നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇവിടെ വന്ന് വിശുദ്ധ ബലി ഞാൻ ഇവിടെയാണ് കൂടിയത്. ഇപ്പോൾ വായനകൾ കേട്ടപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നി. ഒരേ ആത്മാവ് തന്നെയാണല്ലോ നയിക്കുന്നത്. ഇന്ന് നിത്യജീവനെക്കുറിച്ചൊക്കെയാണ് സുവിശേഷത്തിൽ, അതുപോലെ അച്ഛൻ്റെ പ്രസംഗത്തിലൊക്കെ അച്ഛൻ നമ്മളോട് പങ്കുവെച്ചത്. മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? നിത്യജീവനാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യജീവനാണ്, സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഈ ഫോൺ എടുക്കുമ്പോൾ എനിക്ക് വരുന്ന കോള് മുഴുവനും, ഇന്ന് വരെ ഒരു അമ്മ എന്നെ വിളിച്ചിട്ടില്ല, ബ്രദറെ എൻ്റെ കുഞ്ഞിനെ എങ്ങനെയും സ്വർഗത്തിലൊന്ന് എത്തിക്കണം, വിളിച്ചിട്ടില്ല. ഒരപ്പനും വിളിച്ചിട്ടില്ല. എന്നോട് പറയുന്ന മുഴുവനും ILTCക്ക് ഇതുവരെ മാർക്ക് സ്കോർ ആയില്ല. കറക്റ്റ്. കൊച്ചിൻ്റെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല, മക്കൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഓർത്തിട്ട് ഇന്ന് വരെ ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല സ്വർഗത്തിലൊന്ന് എത്തിക്കാനുള്ള പണി ഒന്ന് പറഞ്ഞു തരാം, പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ധ്യാനങ്ങളെന്നൊക്കെ ഞാൻ ഒരു ധ്യാനത്തിനും എതിരല്ല കേട്ടോ, ഞാനും ധ്യാനം കൂടിയല്ല ഇങ്ങനെ വന്നത്. പക്ഷെ ഒരു കാര്യം, ധ്യാനങ്ങളൊക്കെ എത്തിക്കുന്നത് കല്ലറ വരെയാണ് പ്രിയപ്പെട്ടവർ. അതിനപ്പുറം കടക്കാൻ, അതിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞു തരാൻ തക്കവണ്ണം നിനക്ക് നിത്യതയോട് ബന്ധമുണ്ടോ? ഇവിടെയാണ് വിളിച്ചത്. ഇവിടെ തിരിച്ചറിവുണ്ടാകേണ്ടത്. അങ്ങനെ ഒരു ബന്ധമുണ്ടോ നിനക്ക്? സ്വർഗമാണോ നിന്റെ ലക്ഷ്യം? നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി. തിരുവചന ഇപ്രകാരമാണ് പറയുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ തിരുവചനം. ബൈബിൾ ഉണ്ടോ? ഉണ്ട്, തുറന്നൊന്ന് വായിക്കാമോ? നിങ്ങൾ വായിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 23 മുതൽ തിരുവചനം കിട്ടിയോ? ജ്ഞാനം അത് കിടക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകത്തിനൊക്കെ മുമ്പാണ് കേട്ടോ. യെശയ്യ, ജെറമ്യ അതിനൊക്കെ മുമ്പാണ് ജ്ഞാനം കിടക്കുന്നത്. സങ്കീർത്തനം കഴിഞ്ഞിട്ടാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-23. നിരപരാധകർക്കുള്ള സമ്മാനം വില വച്ചില്ല. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. കേട്ടോണേ, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. തന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. തന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. വായിച്ചോളൂ, വായിക്ക്. പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. എന്താണ് വചനം പറയുന്നത്? ഒന്നും കൂടെ വായിച്ചേ സിസ്റ്ററെ. അനശ്വരതയ്ക്ക് ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. കേട്ടോ, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ആൻറ്റി? അനശ്വരതയ്ക്ക് എന്ന് പറഞ്ഞാൽ നിത്യം ജീവിക്കാനാണ് സൃഷ്ടിച്ചത്. അനശ്വരതയ്ക്ക് വേണ്ടി. അപ്പൊ സ്വർഗമെന്ന് പറയുന്നത് നിത്യമാണ്. ഇതുപോലെ തന്നെയാണ് നരകമെന്ന് പറയുന്നതും നിത്യമാണ്. നമ്മളവർക്ക് അവിടുന്ന് ഇങ്ങോട്ടും മാറാൻ പറ്റത്തില്ല. എല്ലാം നിത്യമാണ് പ്രിയപ്പെട്ടവർ. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അനശ്വരതയ്ക്ക് വേണ്ടി, നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തുടർന്ന് വായിച്ചേ. തന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. തന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. അനന്തതയുടെ സാദൃശ്യം. എന്താ സാദൃശ്യം എന്ന് പറഞ്ഞാൽ? സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഛായ ആണ്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്നാണ്. അപ്പം നമ്മുടെ ഛായ ആരുടെ ഛായയാണ്? ദൈവത്തിൻ്റെ ഛായയാണ്. അപ്പം നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. എന്നിട്ട് പറയുന്നു, പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. അപ്പൊ പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. ആരാണ് പ്രിയപ്പെട്ടവരെ അവന്റെ പക്ഷക്കാർ? ആരാണ് ആൻറ്റി അവന്റെ പക്ഷക്കാർ? ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ മടുക്കാതിരിക്കാനാണ് കേട്ടാ. ധ്യാനം ഇഷ്ടമാണോ? അതെ, അതുകൊണ്ടല്ലേ വന്നതല്ലേ.
പണ്ടൊരു അമ്മച്ചിയോട് 2-3 ചോദ്യം ചോദിച്ചപ്പോൾ അവർ എഴുന്നേറ്റിട്ട് പറയാം, വന്നപ്പോൾ തുടങ്ങി നീ എനിക്കെട്ടാ പാര. അപ്പം പാര വെക്കുന്നതല്ല കേട്ടാ, നിങ്ങൾ മടുക്കാതിരിക്കാനാണ് കേട്ടാ. ധ്യാനം ഇഷ്ടമാണോ? അതെ, അതുകൊണ്ടല്ലേ വന്നതല്ലേ. പണ്ടൊരു ധ്യാനഗുരുവിനെയും ഒരു ചെറുപ്പക്കാരനെയും തൂക്കിക്കൊല്ലാൻ വെച്ചു. തൂക്കിക്കൊല്ലുന്നതിൻ്റെ തലേദിവസം ആരാച്ചാരി ചോദിച്ചു അവസാനത്തെ ആഗ്രഹം എന്നാണ്. ധ്യാനഗുരു പറഞ്ഞു, ഒരു ഞായറാഴ്ചയും കൂടെ പ്രസംഗിച്ചിട്ട് വേണം എന്നെ തൂക്കിക്കൊല്ലാൻ. ചെറുപ്പക്കാരൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് മുമ്പ് എന്നെ തൂക്കിക്കൊല്ലണം. അപ്പോൾ ഈ പ്രസംഗമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് മടുപ്പുണ്ടാകും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അല്ല നിങ്ങൾ മോശക്കാരായിട്ടല്ല. അപ്പം പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു. ആരാണ് പ്രിയപ്പെട്ടവർ അവൻ്റെ പക്ഷക്കാർ? ആരാണ് ആൻറ്റി അവൻ്റെ പക്ഷക്കാർ? പാപം ചെയ്ത് ജീവിക്കുന്നവർ ആണോ? അല്ല, അല്ല. അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. ആരാണെന്നറിയാം അവൻ്റെ പക്ഷക്കാർ? മരണം വരെ ജീവിതമുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് അവൻ്റെ പക്ഷക്കാർ. മരണം വരെ ജീവിതമുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് അവൻ്റെ പക്ഷക്കാർ. ഉണ്ടോ? നമ്മളെപ്പോഴാണ് ധ്യാനിക്കാൻ പോകുന്നത് സാറേ? എപ്പോഴാണ് ധ്യാനിക്കാൻ പോകുന്നു? വചനം കേൾക്കാൻ എപ്പോഴാണ് ആൻറ്റി പോകുന്നത്? നമ്മളിങ്ങനെ പറന്ന് നടക്കുകയാണ്. സമയമുണ്ടോ? സമയമില്ല അല്ലേ? സമയമില്ല. ഇങ്ങനെ പറന്ന് നടക്കുമ്പോഴാണ് ഒരു വിറയൽ. കോട്ടയം കാരിത്താസിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മറ്റവനാണോ എന്നൊരു സംശയം. മറ്റവൻ ആരാണ് സാറേ? ക്യാൻസർ. നിങ്ങൾക്ക് നല്ല കൃപയാണല്ലോ, മറ്റവൻ എന്ന് പറഞ്ഞതേ. ഉണ്ടോ? എത്ര പെട്ടെന്ന് ആൻറ്റിക്ക് പിടികിട്ടി. മറ്റവനാണോ എന്നൊരു സംശയം. അപ്പോഴേ നമ്മൾ വിളിച്ചു, ഹലോ പറഞ്ഞ ഞാൻ അസീസിയാണോ? ഞാൻ അങ്ങോട്ട് വരികയാണ്. ധ്യാനഗുരുക്കന്മാരൊക്കെ നിരന്നു. ഇപ്പം തന്നെ ആ ധ്യാനം കറക്റ്റാണ്. ഉണ്ടോ? അപ്പം എപ്പോഴാ ചായ ധ്യാനിക്കാൻ പോകുന്നത്? ആരും ക്യാൻസർ ഇപ്പൊ ഭയങ്കര തിരക്കാണ്, എല്ലാവരും പോയി. കാരണം എന്താണെന്നറിയോ? മനുഷ്യന്റെ ചിന്താഗതി ഇങ്ങനെയാണ്, എന്തോരം സുഖിക്കാവോ അത്രയും സുഖിക്കുക, പറ്റുമെങ്കിൽ മരിക്കാതെ ഇരിക്കുക. പറ്റുമെങ്കിൽ മരിക്കാതെ ഇരിക്കുക. സത്യമല്ലേ? എപ്പോഴാ ചായ സ്വർഗത്തിൽ പോകണമെന്ന് നമ്മൾ തീരുമാനം എടുക്കുന്നത്? എപ്പോഴാ? തീരുമാനമല്ല, ആഗ്രഹിക്കുന്നത് ആണോ? അല്ല. എപ്പോഴാ ആൻറ്റി സ്വർഗത്തിൽ പോകണം നമ്മൾ ചിന്തിക്കുന്നത്? മരണശേഷമാണോ? അല്ല, ICU കിടക്കുമ്പോൾ. എപ്പോഴാണ്? രോഗശൈലി. അത് എപ്പോഴാ? ICU കിടക്കുമ്പോൾ. 2 പേര് അച്ഛനെ വിളിക്കാൻ പോകുന്നു, 3 പേര് സിസ്റ്റേഴ്സിനെ വിളിക്കാൻ പോകുന്നു. കാരണം അപ്പനെ എവിടെ വിടണം? സ്വർഗത്തിൽ വിടണം. ചോദിക്കട്ടെ, അങ്ങനെ സ്വർഗത്തിൽ പോകുമോ? പോകത്തില്ല സഹോദരി. അതുകൊണ്ട് ഈ ICU കിടക്കുന്നവരൊക്കെ സ്വസ്ഥമായിട്ട് അവിടെ കിടക്കട്ടെ. എന്നിട്ട് എന്തെല്ലാം പ്രപഞ്ചമാണ്. മരിച്ചു കഴിയുമ്പോഴോ അയ്യോ അതാണ് ഭയങ്കരം. കൈയുടെ ഇടയ്ക്ക് കുരിശ്. ഇവൻ ജീവിതത്തിൽ കുരിശെടുത്തിട്ടുള്ളവനല്ല. എന്തെല്ലാം നാടകങ്ങളാണ്. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ആ ചെന്തി പോലൊരു മാലാഖ ആ വിണ്ണിൽ നിന്നും സന്ദേശമായിട്ട് എത്തി. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ഒരുങ്ങട്ടെ. ദൂതൻ തെല്ലും സമയം തന്നില്ല. ഞാൻ ചോദിച്ചു, മരിച്ചാക്ക് എത്ര വയസ്സുണ്ട്? 90 ഉണ്ട്. എന്നിട്ടും ദൂതൻ എന്തെല്ലാം അത് കഴിഞ്ഞിട്ടാണ് ഭയങ്കരം. ഞാൻ നല്ല ഓട്ട് കൂടി, ഭയങ്കര ഓട്ടമായിരുന്നു കേട്ടാ. എന്തെല്ലാം നാടകങ്ങളാണ് പ്രിയപ്പെട്ടവർ. ഞാൻ എൻ്റെ അപ്പം മരിച്ചപ്പോൾ ഈ പാട്ട് പാടി. ഞാൻ പറഞ്ഞു സിസ്റ്ററിനോട് നിർത്താൻ പറഞ്ഞു. ദൂതൻ തെല്ലും സമയം 90 കൊല്ലം ജീവിച്ചിട്ട് നിനക്ക് സമയം തന്നില്ലെന്ന്. പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, ഇത് ലാസ്റ്റ് ബസ്സാണ്. അതേ കയറിക്കോണം.
ഞാൻ ചെന്നൈയിൽ കൊറോണയ്ക്ക് മുമ്പ് ദമ്പതികൾക്ക് കൺവെൻഷൻ, ഒരു വിശുദ്ധനായ വൈദികൻ എന്നെ വിളിച്ച് അച്ഛൻ പറഞ്ഞു, മോനെ ഇത്തിരി മലയാളികളുണ്ട്, നിങ്ങളെപ്പോലെ നല്ല കൃപയുള്ള അപ്പന്മാരും അമ്മമാരും, അവരെല്ലാവരും വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, 100-300 പേര് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. അതിൽ സംഭവം ഇതാണ്, ഏറ്റവും ആ ഇടവകയിലെ മാതൃകാ ദമ്പതിയായിട്ടൊരു ഫാമിലിയെ തിരഞ്ഞെടുത്തു, ഓട്ടിട്ടൊക്കെ തിരഞ്ഞെടുത്ത്. അവരാണ് തിരി കത്തിക്കുന്നത്, ഞാനും അച്ഛനും അവരും കൂടിയാണ് തിരി കത്തിച്ചത്. അവർക്ക് മെഡലൊക്കെ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ വൈകിട്ട് ഒരു വൺ ഡേ കൺവെൻഷനാണ്, ധ്യാനമാണ്. 11 മണിക്ക് ചായക്ക് വിട്ടപ്പോൾ അവിടെ ചായയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ആ 300 പേരിൽ ഈ മനുഷ്യൻ ഒരു 10-45 വയസ്സ് കാണും മനുഷ്യന്. അങ്ങേര് എഴുന്നേറ്റ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ചായ കുടിക്കുക, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇറങ്ങി. ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടന്ന് എൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് കൈ കൂപ്പിയിട്ട് പറഞ്ഞു. അപ്പം ഞാനും ചായ കുടിക്കാൻ പോകണം. അച്ഛൻ പറഞ്ഞു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ മുമ്പേ നടന്നു. ഞാനിങ്ങനെ പോകുമ്പോഴാണ് ഈ മനുഷ്യൻ വരുന്നത്. അപ്പോൾ കൈ കൂപ്പി ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. തൃശ്ശൂരുകാരനാണ് ഇങ്ങേര്, വർഷങ്ങളായിട്ട് ചെന്നൈയിലാണ്, മക്കളുണ്ട്, ജോലിയാണ്, നല്ല ഫാമിലിയാണ്. അങ്ങേരാണല്ലോ മാതൃകാ ദമ്പതിയിൽ ഭർത്താവ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് കൈ കൂപ്പിയിട്ട് പറഞ്ഞു, ബ്രദർ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് പറയുന്നത്. എന്നിട്ട് മുട്ടുകുത്തി. അപ്പോൾ മുട്ടുകുത്തി എൻ്റെ കാലയിൽ ഇങ്ങനെ സ്പർശിച്ചപ്പോൾ ഞാൻ ഓർത്ത്, ഈ തമിഴ്നാട്ടിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, ഇവർ നമ്മുടെ കാല് തൊട്ടിങ്ങനെ വന്നിക്കും. അപ്പം ഞാൻ അതാണെന്നാണ് ഓർത്തത്. സത്യത്തിൽ ഈ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ മുട്ടുകുത്തുക തലേ കൈ വെക്കാനായിട്ട്. ആ സമയത്ത് ഈ മനുഷ്യൻ എൻ്റെ കാലയിലേക്ക് മരിച്ചാൽ വീഴുന്നു. അറ്റാക്കാണ്. കാലെ പിടിച്ചതല്ല, കാലിലേക്ക് വീഴുവാണ്. ഞാൻ കയറി വട്ടം പിടിച്ചപ്പോഴത്തേനും മറിഞ്ഞു വീണു. വലിയൊരു ഓടി വന്നു, അച്ഛനെടുത്തു, പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി. മുറി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ബ്രദറെ ആ മനുഷ്യൻ പോയി. ഞാനവിടെ ഇരുന്നും ചായ കുടിച്ചിട്ട് ഞാൻ ആ മുറി ധ്യാനം ക്യാൻസലായി. ഞാൻ തിരിച്ചു പോരാനായിട്ട് അച്ഛൻ കാറ് റെഡിയാക്കി. ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഞാൻ ഓർത്തു, ആ മനുഷ്യൻ കടന്നുപോയത് അവസാനം എന്നോട് പറഞ്ഞ വാക്കാ. ഞാനതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആ 300 പേരുണ്ടായിട്ട് ആ മനുഷ്യൻ മാത്രം വരികയാണ്. ബ്രദർ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ആ മനുഷ്യന് വേണ്ടിയാകാം ആ ധ്യാനമൊക്കെ ഒരുക്കപ്പെട്ടത്. 1 മണിക്കൂർ അയാൾ ഈശോയെക്കുറിച്ച് കേൾക്കുകയാണ്, ഈശോയെ തിരിച്ചറിയുകയാണ്. തിരിച്ചറിഞ്ഞ മനുഷ്യൻ. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനത്തോട് പറയട്ടെ, അനശ്വരതയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അനശ്വരതയ്ക്ക് വേണ്ടി അവൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു. എന്നാൽ പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കും. അപ്പം മരണം വരെ ജീവിതമുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് അവൻ്റെ പക്ഷക്കാർ. അല്ല, പാപം ചെയ്യുന്നവരല്ല സഹോദരി. മരണം വരെ ജീവിതമുള്ളൂ. പല്ലു അങ്ങനെയല്ലേ ജീവിക്കുന്നത്? എങ്ങനെ ജീവിക്കുന്നത്? ചെല്ലുന്നോടത്തോളം പോകട്ടെ, ചെല്ലുമ്പം അന്നേരം അവിടെ വെച്ച് കാണാം, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളൊക്കെ പണ്ട് 21 ചെറുപ്പക്കാരെ നിരത്തി നിർത്തി കഴുത്തറക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. വീഡിയോ കണ്ടോ? കാണണം. ആ 21 പേര് ഞാൻ ശ്രദ്ധിച്ചു. ഒരു യുവാവിൻ്റെ പോലും കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നില്ല, ഒരാൾ പോലും പുലമ്പുന്നില്ല. അവരെന്തോ സ്തുതിക്കുകയാണ്, അവരെന്തോ പ്രാർത്ഥിക്കുകയാണ്. അതിലൊരു ചെറുപ്പക്കാരൻ പിടിക്കപ്പെടുമ്പോഴവൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ കുഞ്ഞുണ്ടായി, അത് ഇവരറിഞ്ഞു. അപ്പോൾ ഇവനോട് പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ കുഞ്ഞിനെ കാണണ്ടേ? അവൻ പറഞ്ഞു, കാണണം, പക്ഷെ ഒരു കാര്യം, നീ ക്രിസ്തുവിനെ മതം മാറണം. അതാണ്. അവൻ പറഞ്ഞു, കാണണ്ട. 21 പേരുടെ നിരത്തി നിർത്തി കഴുത്തറക്കുമ്പോൾ അവർക്കറിയാം മരണം അന്ത്യമല്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, തിരിച്ചറിയണം. ഇവിടെയാണ് വെളിച്ചം, ഇവിടെ തിരിച്ചറിവുണ്ടാകേണ്ടത്. അപ്പം അവൻ്റെ പക്ഷക്കാർ എന്ന് പറയുന്നത് മരണം വരെ ജീവിതമുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി. പോരാ. എവിടെ വെച്ചാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പറുദീസ നഷ്ടപ്പെട്ടത്? എവിടെ വെച്ചാ പറുദീസ നഷ്ടപ്പെട്ടത്? പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എവിടെയാക്കിയെന്നാ പറയുക? പറുദീസായിലാക്കി. ഏതേൻ തോട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്നത് ഒരു തോട്ടമായിട്ടാണ്. തോട്ടമല്ല. പാരഡൈസ്. പറുദീസ എന്ന് പറയുന്ന വാക്കിനർത്ഥം ബന്ധങ്ങൾ എന്നാണ്. ഇപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എവിടെയാക്കി?
പറുദീസായിലാക്കി എന്ന് വെച്ചാൽ ദൈവവുമായി ബന്ധത്തിലാക്കി. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 2-ാമത്തെ അധ്യായം, നിങ്ങളിനി നാളെയൊക്കെ ഒരു മേശ ഇടണം കേട്ടോ. ഒരു മേശ ഇവിടെ ഇടുന്നത് നല്ലതാണ്. കാരണം ഇവിടെയാണ്, അവിടെ നിൽക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ കോതമംഗലം രൂപതയിലെ ഏറ്റവും നല്ല അയൽമാനുള്ള അവാർഡ് എനിക്ക് തന്നതാണ് പിതാവ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂടെ 3 ദിവസം ഇങ്ങനെ ഇരിക്കാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നതാണ്. അതാണ് സഹോദരൻ ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി ഒരു മേശ നിങ്ങൾ ഇവിടെ ഇടുന്നത് നല്ലതാണ്. എൻ്റെ വേദന കൊണ്ട് ഞാൻ പറയുന്നതാണ്. വലതുകൈ ഉയർത്തി പറയട്ടെ ഹല്ലേലൂയ. അഭിഷേകത്തോട് പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതലുള്ള തിരുവചനം. 2:15 വായിച്ചു, എന്നിട്ട് നമുക്ക് 3:6 വരാം. 2:15. തിന്നുന്ന ദിവസം നീ മരിക്കും. ദൈവം മനുഷ്യ സൃഷ്ടിച്ചിട്ട് എവിടെയാക്കി? പറുദീസ എന്ന് പറയുന്ന വാക്കിനർത്ഥം എന്താ? ബന്ധങ്ങൾ. ആ തോട്ടത്തിൽ 2 വൃക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ജീവന്റെ വൃക്ഷം, ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാനാണ് ദൈവം പറഞ്ഞത്. ജീവന്റെ വൃക്ഷമെന്ന് പറയുന്നത് യേശുവാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകും. അപ്പൊ ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത് യേശുവാണ്. ആ വൃക്ഷത്തിൽ നിന്നാണ് ഭക്ഷിക്കും. അടുത്ത വൃക്ഷം ഏതാണ്? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. ചോദിക്കട്ടെ, അവര് ഭക്ഷിച്ചു? മരിച്ചോ? ഇല്ല, ആത്മാവിൽ മരിച്ചു. ഉൽപ്പത്തി 3:6. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യകരവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചെടുത്തു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. ഇവിടെ പറയുന്നു മരിക്കുമെന്ന്, പക്ഷെ ഇവിടെ പറയുന്നു കണ്ണ് തുറന്നെന്ന്. സാധാരണ മരണം എങ്ങനെയാണ് അച്ചായ? കണ്ണ് തുറന്നാണോ മരിക്കുന്നത്? അല്ല, നമ്മൾ പറയും അവൻ്റെ കണ്ണ് അടഞ്ഞു. പക്ഷെ ബൈബിളിൽ വചനത്തിൽ പറയുന്നത് മരണമെന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നത് മാത്രമല്ല. യഥാർത്ഥത്തിൽ മരണം എന്താണെന്നറിയോ? ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇപ്പം പാപം ചെയ്തപ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ടത് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അതാണ് മരണമെന്ന് പറയുന്നത്. അപ്പം പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പാപം ചെയ്തതോടെ മനുഷ്യൻ പറുദീസയ്ക്ക് വെളിയിലായി. ഉൽപ്പത്തി 3:8 വായിച്ചു. 3:8. മാറി ഒളിച്ചു, മരങ്ങൾക്കിടയിൽ ഒളിച്ചു. എന്നും അപ്പൻ മക്കളുടെ അടുത്ത് വരുമായിരുന്നു. എന്താ വചനം പറയുന്നത്? വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. ഉലാത്തുന്നതിൻ്റെ എന്താ സാറേ ഉലാത്തുക എന്ന് പറഞ്ഞാൽ? നടക്കുക അല്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആൻറ്റി അങ്ങോട്ട് വരിക. ഞാൻ ചോദിച്ചു എന്ത് ചെയ്യുക? ഉലാത്തിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ ഇടുക്കിക്കാരനാണ്. എൻ്റെ അടുത്താണ് മൂന്നാർ ടൂറിസ്റ്റ് പ്ലേസാണ്. അവിടെ നവദമ്പതികൾ വരും ഹണിമൂൺ ആഘോഷിക്കാൻ. എന്നിട്ട് മുറിയൊക്കെ എടുത്ത്, തലേദിവസം വന്ന് മുറിയൊക്കെ എടുത്ത് രാവിലെ തോളെ കൈയിട്ട് ആ തേയിലത്തോട്ടത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് പേരാണ് ആൻറ്റി ഉലാത്തുക. നമ്മളൊന്നും ഉലാത്തിയിട്ടില്ല. കറക്റ്റ്. നമ്മൾ കല്യാണം കഴിഞ്ഞ പിന്നെ പള്ളിയിലൊന്നും. അപ്പൊ ദൈവം വന്ന് എന്തിനാണ്? ഉലാത്താനാണ്. ആ വചനം വളരെ ഭയങ്കര അർത്ഥവത്താണ്.
എന്നും ഉലാത്താൻ വരുമ്പോൾ മക്കളും വരുമായിരുന്നു. ഇന്ന് മക്കളില്ല. ദൈവം വിളിച്ചു, ആദം നീ എവിടെയാണ്? ദൈവത്തിൻ്റെ വേദന കണ്ടോ അവൻ്റെ, നീ എവിടെയാണ്? അപ്പം അവൻ പറഞ്ഞ്, ഞാൻ നഗ്നനാണ്. അതെന്താ, തലേദിവസവും നഗ്നതയില്ലായിരുന്നോ? അതൊക്കെ ഇട്ട ലുങ്കി കൊടുത്തോണ്ടാണ് അവൻ നടന്നത്. ദൈവം ചോദിക്കുന്നു, ആര് പറഞ്ഞടാ നിനക്ക് നഗ്നതയുണ്ട്? ആര് പറഞ്ഞു നിനക്ക് നഗ്നതയുണ്ടെന്ന്? തലേ ദിവസവും നഗ്നതയില്ലായിരുന്നു, ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷെ എന്താ പ്രത്യേകത എന്നറിയാവോ? എന്താ പ്രത്യേകത? അവർക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോഴെന്താ പ്രത്യേകത എന്നറിയോ? ആദത്തെ കണ്ടിരുന്നത് ദൈവത്തിൻ്റെ കണ്ണിലൂടെയായിരുന്നു. ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാനുള്ള കൃപ, അതാണ് ബന്ധം എന്ന് പറയുന്നത്. അപ്പോഴോ അവൻ ഒരിക്കലും കുറവായിട്ട് തോന്നിയില്ല. ഇന്ന് നമുക്ക് കുറവുണ്ടോ ആൻറ്റി? കുറവേ ഉള്ളൂ. കറക്റ്റാണ്, സത്യമല്ലേ? ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ടോ സാറേ? സമ്പത്ത് എങ്ങനെയുണ്ട്? വലിയ മെച്ചം ഇല്ല. കറക്റ്റ്. മതി എന്നൊരു വാക്ക് പറയുമോ? മതി എന്ന് പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. കറക്റ്റ്. ഞാനീയുടെ ഒരു ഭയങ്കര സ്വർണ്ണക്കടക്കാർ, അവർക്ക് അവരുടെ ദുബായിലാണ് അവരുടെ ഓഫീസ്. ആ ഓഫീസിലുള്ളവർക്കൊരു ധ്യാനം 3 ദിവസത്തെ 3 ദിവസത്തെ ധ്യാനം. അവർക്ക് 40 ജൂബിലറി ഉണ്ട് ലോകത്തിൽ. അപ്പം ഞാനോർത്ത് എന്ത് ഭയങ്കര അനുഗ്രഹമാണ്. ഒരു കത്തോലിക്കിന് 40 ജൂബിലറി. ഇറങ്ങുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ബ്രദർ പ്രാർത്ഥിക്കണം. അപ്പം ഞാനോർത്ത് ഇനി നിർത്താനായിരിക്കുമെന്ന്. ഇത് മതിയെന്ന് പറയാനാണ്. അല്ല, മലേഷ്യയിൽ പുതിയതൊരെണ്ണം. ഞാനോർത്ത് കർത്താവ് ഈ ദാരിദ്ര്യവാസിയോടാണോ 3 ദിവസം സുവിശേഷം? ഉണ്ടാ മതി, സ്വർണം മതി എന്നൊരു വാക്ക് പറയാറുണ്ടാ? ഉണ്ടോ? ഞാൻ ഈ കൊറോണയ്ക്ക് മുമ്പ് മറൈൻ ഡ്രൈവ് കൺവെൻഷൻ 1,00,000 പേരാണ് അവിടെ വന്നത്. ഇവിടത്തെ പോലെയൊന്നുമല്ല, 1,00,000 പേര്. അവിടെ സെക്ടർ തിരിച്ചിരിക്കുകയാണ്. സെക്ടറി പന്തലിട്ടിട്ട് തൂണ് സെക്ടർ കണ്ടിട്ടില്ലേ? അതിൽ ആദ്യത്തെ സെക്ടറിൽ എഴുതി വെച്ചിരിക്കുകയാണ് രോഗികളുടെ സെക്ടർ. നാട്ടിലുള്ള സകല രോഗികളെയും കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ടുണ്ട്. രോഗികളുടെ സെക്ടർ. അടുത്തത് മക്കളില്ലാത്തവരുടെ സെക്ടർ. അവിടെയുണ്ട് ഒരുപാട് ദമ്പതികൾ. രോഗികൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആരോഗ്യമില്ലേ. മക്കളില്ലാത്തവർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തില്ല, മക്കളില്ല. അടുത്ത സെക്ടർ കടക്കണിപ്പെട്ടവരും വിസയില്ലാത്തവരും. അവരവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തില്ല, സമ്പത്തില്ല. എൻ്റെ ഗുരുവാണ് പ്രസംഗിക്കാൻ കയറിയത്. അദ്ദേഹം മുഖ്യ സംഘാടകനോട് ചോദിച്ചു, ഇവിടെ ഉള്ളവർ വല്ലതും ഉണ്ടോ? അപ്പം സംഘാടകൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഫണ്ടും. എന്താണ് വചനം പറയുന്നത്? ഉള്ളവന് നൽകപ്പെടും, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. ഉണ്ട് മതി. ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടോ മനുഷ്യ ഈ ഇത്രയും സ്നേഹം മതി എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ധ്യാനിക്കാൻ പോയിട്ട് എന്ന് പറയുന്ന ഇതുവരെ ആ മനുഷ്യൻ നല്ലൊരു ആ വാക്ക് പറഞ്ഞിട്ട് കറക്റ്റ്. ഈ കഞ്ഞി മതി, ഈ ഭക്ഷണം മതി. അങ്ങനെ പറയണമെങ്കിൽ നിനക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ ധ്യാനങ്ങളും കൺവെൻഷനുകളും ഒക്കെ എന്നറിയോ, ഈ ഇല്ലാത്തത് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ദൈവത്തെ ഏറ്റവും നല്ല ഉൽപ്പന്നം ഒന്ന് ദൈവമാണ്. എങ്ങനെ വേണേലും ഉപയോഗിക്കാം. എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു സഹോദര? ഞാനീയിടെ തിരുവനന്തപുരത്ത് കടൽ തീരത്ത് ധ്യാനം. ഒരു മനുഷ്യൻ പകലല്ല എൻ്റെ കൂടെ വന്നിരിക്കും. മടത്തിൽ ചെന്ന് ഭക്ഷണം എടുത്ത് കൊണ്ട് വെച്ച് തരും. എന്നോട് പറയും, ബ്രദറിന് എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഇപ്പം ഞാനോർക്ക് ഇങ്ങേർക്ക് വീട്ടിൽ പോകണ്ടേ, ഇടയ്ക്ക് പള്ളിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന കാണാം. 3-ാമത്തെ ദിവസം ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ ആ വീട്ടിൽ നിന്ന് പോയിട്ട് വരാം. ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ നടന്ന്. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു പോകുന്ന വഴിക്ക്, ബ്രദറെ വീടൊന്നും അത്ര നല്ലതല്ല. നമ്മൾ സാരമില്ല. ചെന്ന് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വീടെങ്ങനത്തെയാണെന്നറിയോ? ഈ പഴയ തകരമില്ലേ, അതുകൊണ്ട് മേഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് മറച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ പള്ളി വന്നിരിക്കുന്നതിന് കാരണം എന്താണെന്നറിയോ സാറേ? വീട്ടിലിരിക്കാൻ ഇടയില്ല. 3 പെൺപിള്ളേർ, മൂത്തതിന് 23 വയസ്സുണ്ട്,
ഈ ചുമല ചുരിദാർ കളറ് പോയിട്ട് വെളുത്തിരിക്കുന്നു. അതുങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കണം. സത്യമാണ്. ഭാര്യയോട് പറയുന്നുണ്ട്, ബ്രദറിന് ചായ എടുക്കും. ഇരിക്കുന്ന സ്ഥലവും അടുക്കളയും തമ്മിൽ ദൂരമില്ല. ആ സ്ത്രീ അടുക്കളയിൽ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. പഞ്ചസാരയില്ല. 80 വയസ്സുള്ള അപ്പൻ, 78 വയസ്സുള്ള അമ്മ. ആ സ്ത്രീ മുറ്റത്തിരുന്ന് സങ്കീർത്തനം വായിക്കും. തിരിച്ചു നടന്നപ്പം ഞാൻ ഓർത്തു, ഞാൻ എത്ര ഉയരത്തിലാണ്. എൻ്റെ പോക്കറ്റിൽ ഇത്തിരി പണം ഉണ്ടായിരുന്നു. പള്ളി വന്നപ്പം ഞാൻ പറഞ്ഞു, അപ്പൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. പണം അയാൾ മേടിക്കില്ല. വേണ്ട വേണ്ട ബ്രദറെ, വേണ്ട. നിങ്ങളുടെ കൂടെ നടക്കാനുള്ള ഭാഗ്യം ദൈവം തന്നില്ലേ? സത്യമാണ് സഹോദര. അത് കണ്ടപ്പം ഞാൻ ഓർത്തു, നമ്മളൊക്കെ എത്ര ഉയരത്തിലാണ്. എന്നിട്ടും നമുക്ക് മതിയെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല സഹോദരി, ഇല്ല. അതുകൊണ്ടാണ് ആലയങ്ങളുടെയൊക്കെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? അതേ സാറേ, സകലരുടെയും വലിപ്പം കൂടുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങളെക്കാൾ മുമ്പ് ചുങ്കക്കാരും വേശ്യകളും സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കും. കഴിഞ്ഞ ദിവസം ഒരു ധ്യാന കേന്ദ്രത്തിലൊരു പെങ്കൊച്ച് വിവാഹം കഴിച്ചിട്ടില്ല, 48 വയസ്സുണ്ട്. അമ്മയപ്പനും മരിച്ചു പോയതാണ്, ആങ്ങളമാരും കൊണ്ടേ ആക്കിയിരിക്കുന്നു. അത് ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ചെല്ലുമ്പോൾ ഓടി വരും, എനിക്ക് വെള്ളമൊക്കെ എടുത്തു വെച്ച് തരും, ഭക്ഷണം വിളമ്പി തരും. എന്നോട് ചോദിക്കും, സുല്ലേട്ടന് സുഖമാണോ? ഞാൻ പറയാതെ. ചാപ്പലിൽ പോയിരുന്നപ്പം ആരുമില്ല, ഞാനിത്തിരി പൈസ എടുത്ത് ഞാൻ ഇങ്ങനെ കൊണ്ട് കൊടുത്തപ്പോൾ അതിന് പറഞ്ഞു, വേണ്ട വേണ്ട. ഞാൻ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. വേണ്ട സുല്ലേട്ടാ, ഇവിടെ ഭക്ഷണമുണ്ട്, വസ്ത്രം ആവശ്യത്തിനുണ്ട്, കിടക്കാനൊരു ഇടമുണ്ട്, അത് മതി. സത്യം പറയട്ടെ, ഞാനൊന്ന് സുവിശേഷം പറയാൻ കയറിയപ്പോൾ ഒരുപാട് കരഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കൊച്ചു പറഞ്ഞു പറയാണ് മതിയെന്ന്. വിവാഹം നടന്നിട്ടില്ല, കൂടാൻ ആരുമില്ല കൂടെ. ആങ്ങള വീട്ടിൽ, ആങ്ങളെയൊക്കെ നല്ല സമ്പന്നരാണ്, കൊണ്ടേ ആക്കിയിരിക്കുകയാണ്. പക്ഷെ ആ കൊച്ചു പറയും, മതി ബ്രദറെ, മതി. നമ്മുടെയൊക്കെ പ്രശ്നം അതാണ് സഹോദരി. അതിന് കാരണം എന്താണെന്നറിയോ? നമുക്കൊന്നും ദൈവത്തോട് ബന്ധമില്ല. അതാണ് മരണം എന്നൊക്കെ പറയുന്നത്. അല്ല, നമ്മൾ ഓർക്കുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഓർക്കണം, പാപം ചെയ്തതോടെ മനുഷ്യൻ പറുദീസിക്ക് വെളിയിലായി. പറുദീസിക്ക് വെളിയിലായി. അപ്പം ചോദിക്കട്ടെ, പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ദൈവമക്കളാണോ? ആണോ സാറേ? പള്ളി വരുന്ന എല്ലാവരും ദൈവമക്കളാണോ? പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ദൈവമക്കളാണോ എന്നാണെങ്കിൽ ആണെന്ന് പറയാം. അല്ല 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 അല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനമെടുത്ത്, യോഹന്നാൻ 1:11 ഒന്ന് വായിച്ച്. യോഹന്നാൻ 1:11. യോഹന്നാൻ 1:11. അവൻ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കല്ല, ശ്രദ്ധിക്കണം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. കണ്ടോ, കഴിവ് നൽകി. അതിന് കാരണം എന്താണെന്നറിയോ? പാപം ചെയ്തതോടെ മനുഷ്യവർഗം പർദീസിക്ക് വെളിയിലായി. അപ്പൊ ഇനി പർദീസിക്ക് ഉള്ളിൽ കടക്കണമെങ്കിൽ, ദൈവവുമായിട്ട് ബന്ധമുണ്ടാകണമെങ്കിൽ നീ അവനെ സ്വീകരിക്കണം. 1. 2, അവനിൽ വിശ്വസിക്കണം. അപ്പൊ കർത്താവാണ് നിനക്ക് കഴിവ് തരുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പള്ളി വന്നതുകൊണ്ട് നീ ഒരിക്കലും ദൈവവൈതലാകണമെന്നില്ല. നമ്മളോർക്കും ലോകത്തിലുള്ള എല്ലാവരും ദൈവമക്കളല്ലേ? അല്ല. 1, അവനെ സ്വീകരിക്കണം. 2, അവനിൽ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിയെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അവൻ സത്യവിശ്വാസിയാണ്. ഒരു മുസൽമാനെ വിശ്വാസി എന്ന് വിളിക്കില്ല, ഒരു ഹൈന്ദവനെ വിശ്വാസി എന്ന് വിളിക്കില്ല. ഈ കൊല്ലം ഭാഗത്തേക്കൊക്കെ ചെന്നാൽ എന്നോട് ആളുകൾ പറയുന്നത്, അയാളൊരു സത്യവിശ്വാസിയാണ് കേട്ടാ, സത്യവിശ്വാസി. അതിന് കാരണം ക്രിസ്തുവിനെ സ്വീകരിച്ചു. 1, അവനെ സ്വീകരിക്കണം. സ്വീകരിച്ചവർക്കാണ് ദൈവ മക്കളാകാനുള്ള കഴിവ് കിട്ടിയത്.
അല്ലാത്തവർക്ക് ഈ കഴിവില്ല. പ്രിയപ്പെട്ടത്, കഴിവില്ല. ഇവിടെ വെളിച്ചം കിട്ടുന്നുണ്ട്, ഇവിടെ തിരിച്ചറിവുണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷം 10:16 വായിച്ചു. മത്തായിയുടെ സുവിശേഷം 10:16. മത്തായിയുടെ സുവിശേഷം 10:16. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണം, പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കണം. അടുത്ത വചനം, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളണം. മതി. ആരെ സൂക്ഷിക്കണം സാറേ? മനുഷ്യരെ. അപ്പം നമ്മൾ ആരാണ് ആൻറ്റി? മനുഷ്യരോ? നമ്മൾ ദൈവമക്കൾ. സിസ്റ്റർ പറഞ്ഞ് കറക്റ്റാണ്. നമ്മൾ മനുഷ്യരല്ല. ചോദിക്കട്ടെ സാറേ, നമ്മളെ കണ്ടവർക്ക്, ഈ അയൽവക്കത്തുള്ളവർക്ക് തോന്നിയിട്ടുണ്ടോ സാറിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അറിയത്തില്ല. അതാണ് സാറേ നമ്മുടെ പ്രശ്നം. നമ്മളെ കണ്ടുമുട്ടിയവർക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ തന്നെ കുന്നന്താനം മേരിലിറ്റി, ഞാൻ സ്നേഹിക്കുന്നൊരു അമ്മയാണ്, കോതോങ്കലങ്കാരി, ഓലിയപ്പുറം. ഞങ്ങളുടെ വികാരി ജനറാളച്ഛൻ്റെ പെങ്ങളാണ്, സ്വന്തമല്ലെങ്കിലും. എന്നെ അമ്മ വിളിച്ചിട്ട് അവിടുത്തെ സിസ്റ്റേഴ്സിന് ധ്യാനം 2 ബാച്ചായിട്ട് മരിക്കുന്നതിന് മുമ്പ് ഞാനേ ചെയ്തു കൊടുത്തു. അങ്ങനെ പോകാൻ നേരത്ത് അമ്മ എന്നെ യാത്രയാക്കുകയാണ്. അപ്പം ഞാനോർത്ത് ഒന്നും വാങ്ങിക്കരുത് എൻ്റെ കയ്യിൽ നിന്ന്, വണ്ടിക്കൂലി പോലും വാങ്ങിക്കരുത്, ഉള്ളത് കൊടുത്തിട്ട് പോകണം. അങ്ങനെയാണ് ഞാൻ ധ്യാനിപ്പിക്കുന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ, ഭക്ഷണമൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ മദറിനോട് പറഞ്ഞ് അമ്മ എല്ലാം എടുത്തുകൊണ്ട് വരാൻ. ഞാൻ നോക്കിയപ്പോൾ അത് ഈ എന്തെല്ലാം പോറും ബെഡ്ഷീറ്റും മിഠായി സാധനങ്ങൾ എൻ്റെ ബാഗിൽ നിന്ന് ഇറക്കിയാണ്. എന്നിട്ട് അമ്മേനോട് പറയാം, മോനെ സമൃദ്ധിയാടാ, സമൃദ്ധിയാണ്. എന്നെ അത്ഭുതപ്പെടുത്തി. അതല്ല, എനിക്ക് കാക്കനാട് പള്ളിയിലാണ് ചെല്ലേണ്ടത്. വണ്ടി റെഡിയാണ്. ഞാൻ പറഞ്ഞ് എന്നെ ചങ്ങനാശ്ശേരി വിട്ടാൽ മതി, ഞാൻ കയറി പൊക്കോളാം. അപ്പം എന്നോട് ആ ഡ്രൈവർ പറഞ്ഞു, ബ്രദർ അനങ്ങാതിരിക്കും, അമ്മ പറഞ്ഞാൽ അതിനപ്പുറം ഇല്ല, പോവുകയാണ്. പോകുമ്പോഴെന്നോട് പറഞ്ഞ്, ഞാൻ ചോദിച്ചു എത്ര വർഷമായി അവിടെ ഡ്രൈവറായിട്ട്? അയ്യോ ഞാൻ ഡ്രൈവറല്ല കേട്ടോ, ഞാൻ ഡ്രൈവറല്ല, ഞാൻ ജോലിക്കാരനുമല്ല, ഹൈന്ദവനായ ഒരു പട്ടാളക്കാരൻ. പേര് ഞാൻ അന്ന് പറഞ്ഞ് ഞാൻ മറന്നുപോയി കേട്ടാ. രാധാകൃഷ്ണൻ അങ്ങനെ കണ്ടാണ്. അയാൾ എന്നോട് ഒറ്റ വാക്കേ പറഞ്ഞോളൂ, സാറാ കന്യാസ്ത്രീയെ കണ്ടോ? കണ്ടു. അത് സാധാരണ സ്ത്രീയല്ല. അയാൾ പറഞ്ഞ വാക്കതാ. ഒരിക്കലും ഞാൻ പട്ടാളത്തിൽ നിന്ന് ലീവിന് വന്നപ്പോൾ ഭാര്യ പറഞ്ഞ് അവിടം വരെ പോകാം. ഞാൻ അവിടെ ചെന്നു. ഭാര്യ പറഞ്ഞ് നമുക്കതൊക്കെ ഒന്ന് കാണാം. കയറി കണ്ടു. തിരിച്ചു പോന്നപ്പോഴെനിക്ക് മനസ്സിലായി അത് സാധാരണ സ്ത്രീയല്ല. ആ മനുഷ്യൻ ജോലി കളഞ്ഞ് പോന്നു. എന്നോട് പറഞ്ഞ് കൈ കിട്ടിയതെല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് അന്ന് മുതൽ ഞാൻ ചെയ്യാവുന്ന നന്മകൾ ചെയ്തു കൊടുക്കും. എന്നോട് ആ മനുഷ്യൻ പറഞ്ഞു, അത് ക്രിസ്തുവാണ്, അത് യേശുവാണ്. എന്തോ നമ്മളെ കണ്ടവർക്ക് തോന്നിയിട്ടുണ്ടോ അച്ചായ? ഞാൻ ഈ കഴിഞ്ഞ നാളിൽ കൊറോണയ്ക്ക് മുമ്പ് വെളുപ്പിന് 4:45 സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് പാലായിൽ നിന്ന്. ഞാൻ രാമപുരത്തു നിന്ന് കയറി. ടിക്കറ്റ് എടുത്തപ്പോൾ കണ്ടക്ടർ പറഞ്ഞു അങ്ങോട്ട് നോക്കാൻ. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു മഹാപുരോഹിതൻ കിടന്നുറങ്ങുകയാണ്. കയറുന്നവരോടെല്ലാം കണ്ടക്ടർ പറയുന്നുണ്ട് അങ്ങോട്ട് നോക്കാൻ. ഇച്ചിരി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്തിട്ട് സീറ്റ് വന്നിരുന്നിട്ട് കണ്ടക്ടറും അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ആരാണെന്നറിയാവോ? ഞങ്ങളുടെ പാലാരൂപതയുടെ സഹായമെത്രാൻ മുരിക്കം പിതാവ് സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഞാനും കൊതിയോടെ നോക്കി. കയറുന്നവരോടെല്ലാം കണ്ടക്ടർ പറയുന്നുണ്ട് അങ്ങോട്ട് നോക്കാൻ. ഞാനും നോക്കി. ചാലക്കുടി ചെന്ന് പിതാവ് ഇറങ്ങുമ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു, നിങ്ങൾ മെത്രാനല്ല, നിങ്ങൾ ക്രിസ്തുവാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത്രയും കാലം ജീവിച്ചിട്ട് നീ ഒരു ദൈവവൈതലാണെന്ന് അങ്ങനെ തോന്നാൻ തക്കവണ്ണം നിനക്ക് ദൈവമായിട്ട് ബന്ധമുണ്ടോ ആൻറ്റി? നിങ്ങളുടെ മക്കൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പ പറയണം. നിങ്ങളുടെ മക്കൾ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ അപ്പനെന്തോ പ്രത്യേകതയുണ്ട്?
ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനത്തോട് പറയട്ടെ, ഇന്ന് വിശ്വാസത്തിൻ്റെ വിത്തിടേണ്ടത് പള്ളിയിൽ നിന്നല്ല, ധ്യാനകേന്ദ്രത്തിൽ നിന്നല്ല, കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിൽ നിന്നാണ്. കഴിഞ്ഞ നാളിൽ എൻ്റെ മോള് +2 പഠിക്കുന്ന സമയത്ത്, ഇപ്പോഴല്ല, ഇപ്പോൾ പുറത്താണ്, +2 പഠിക്കുന്ന സമയത്ത് ഞാൻ അവളെയും കൊണ്ട് പോകണം മാവേലിക്കരയ്ക്ക്. അവൾ NSSൻ്റെ ലീഡറാണ്. അപ്പോൾ ബോയ്സിൻ്റെ ലീഡർ അവനും ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞാലും സാർ എന്നോട് പറഞ്ഞു, സുനിലേട്ടൻ ഇങ്ങനെ മോളെ കൊണ്ടുപോകില്ല, അപ്പോൾ ഇവനെ കൂടെ കൊണ്ടുപോകണം. ഞാൻ അവനെയും കൂടെ കൂട്ടി. അവൻ ഹിന്ദു പയ്യനാണ്. അവനെ ഞാൻ ചേർത്ത് പിടിച്ചു. ഏറ്റുമാനൂർ വന്നിറങ്ങിയപ്പം ഞാൻ 2 പേർക്കും ബിസ്ക്കറ്റ് മേടിച്ച് അവൻ്റെ പെട്ടിക്കകത്ത് വെച്ചു. അല്ല, ഞാനിതേ ചെയ്തോളൂ. തിരുവല്ലായി വന്നപ്പോൾ അവന് നല്ല ഭക്ഷണം മേടിച്ചു കൊടുത്തു. കൈ പൈസ കൊണ്ടൊന്ന് പോക്കറ്റിൽ നോക്കി. എന്നിട്ട് ഞാൻ അവരെ കൊണ്ട് വിട്ട് ഞാൻ തിരിച്ചു പോകുന്നു. കോമ്പൗണ്ടിൽ കയറാൻ പറ്റത്തില്ല. ഞാൻ തിരിച്ചു പോകുന്നു. അതിന് മോളെ കൂട്ടാൻ ചെന്നു. അന്നേരം അവൻ പോകുന്നില്ല. അവന് പിന്നെ ഒരു ദിവസം കൂടി ഉണ്ട്. തിരിച്ചു വന്നപ്പോൾ കൊച്ചനോട് പറഞ്ഞു, പപ്പ എന്നോട് വേണു പറഞ്ഞു. എന്തു പറഞ്ഞു? പപ്പ വേണുവിൻ്റെ കൂടെ അല്ലായിരുന്നോ അങ്ങോട്ട് പോകുന്നത്? അതെ. വേണു പറഞ്ഞു, നിൻ്റെ പപ്പയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. പപ്പയെ വേണുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു, കൊച്ചൻ നീ എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു, അങ്ങേരൊരു സംഭവമാണെന്ന് പറഞ്ഞു. അങ്ങേരൊരു സംഭവമാണ്. ഞാൻ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, നിനക്കത് തോന്നിയിട്ടുണ്ടോ? ഉണ്ടപ്പാ, ഉണ്ട്. ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ എൻ്റെ അമ്മ ഒരു ദൈവ പൈതലാണ്? നമ്മളിപ്പോഴും പറയുന്നു, ബ്രദറേ പ്രാർത്ഥിക്കൂ. പ്രിയപ്പെട്ട ദൈവജനമേ, തിരിച്ചറിയണം, നീ ദൈവ പൈതലാണ്. ഇവിടെ മനുഷ്യനല്ല. അപ്പം മനുഷ്യരെ പോലെ ഇനി ജീവിക്കരുത്. മനുഷ്യനെ പോലെ ജീവിക്കരുത്. നമ്മുടെ പ്രത്യേകത എന്താ സാറേ? നമ്മുടെ പ്രത്യേകത, അയ്യോ അവൻ നല്ല മനുഷ്യനാണ് കേട്ടോ. എന്താ സാറേ നല്ല മനുഷ്യൻ? ചങ്ങനാശ്ശേരിയിലും ഉണ്ട് ഒത്തിരി നല്ല മനുഷ്യർ. എന്താ സാറേ നല്ല മനുഷ്യർ? എന്താ ആൻറ്റി നല്ല മനുഷ്യർ? പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും. നല്ല മനുഷ്യരെന്താണെന്നറിയോ? ഉപകാരവും ഇല്ല, ഉപദ്രവം. ഒരു ഉപകാരവും ഇല്ല, ഉപദ്രവവും ഇല്ല. എന്നിട്ട് നമ്മൾ പറയും, ആരുടെ ഒട്ടും എനിക്ക് വേണ്ടതാനും. സാറേ വളരെ നല്ല മനുഷ്യൻ ഇവിടെ ഉണ്ടാ? ചങ്ങനാശ്ശേരിയിലുണ്ടോന്ന്? വളരെ നല്ല മനുഷ്യരാണ്. മതിലൊക്കെ കെട്ടി, എന്നിട്ട് മതിലേൽ എഴുതി വെക്കും, ഭയപ്പെടേണ്ട. ഗേറ്റിൽ എഴുതി വെക്കും, പട്ടി കടിക്കും. വളരെ നല്ല. പ്രിയപ്പെട്ട ദൈവജനമേ, നീ ആ ഗണത്തിൽ പെടരുത് കേട്ടോ. ധനവാൻ ബൈബിളിൽ ഒരു പാപവും ചെയ്തതായിട്ട് പറയുന്നില്ല പ്രിയപ്പെട്ടവരെ. അവൻ നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, ഒന്നെങ്കിൽ ഇടയ്ക്കെങ്കിലും എന്തെങ്കിലും ഒരു പാപമെങ്കിലും സത്യമാണ്. നമ്മളോർക്കും കേട്ടാ. ഞാനൊരച്ഛൻ്റെ കൂടെ, അച്ഛൻ്റെ പേര് പറയുന്നില്ല കാരണം ഇതെല്ലാം ലൈവല്ലേ, ഞാനൊരച്ഛൻ്റെ കൂടെ സുവിശേഷം പറയാൻ പോവുകയാണ്. ആ അച്ഛനെ കള്ളുകൂടിയന്മാരെ കണ്ണെടുത്ത് കണ്ടാൽ കുഴപ്പമാണ്. അതുകൊണ്ട് 5 ദിവസത്തെ ധ്യാനത്തിൽ എല്ലാ ദിവസവും അച്ഛനെ എവിടെയെങ്കിലും ഈ കള്ളുകൂടിയെക്കുറിച്ച് പ്രസംഗിക്കും. അങ്ങനെ പോകുന്ന സമയത്താണ് പാലായിൽ നിന്ന് അച്ഛനൊരു പള്ളിയിലേക്ക് പോവാണ്. അച്ഛൻ തന്നെയുള്ളൂ, അന്ന് ഞാനില്ല, പാട്ടുകാരനുമില്ല. കറക്റ്റ് ഒരു ഷാപ്പിൻ്റെ മുമ്പിൽ വെച്ച് ഒരു ടിപ്പർ വന്ന് ഇടിച്ച് ഇത് അട പോലെയായി. അച്ഛനൊന്നും പറ്റിയില്ല കേട്ടോ. ഒരു കുടിയൻ ഷാപ്പിൽ നിന്ന് ചാടി ഇറങ്ങിയതേ അച്ഛനാണ്. അവൻ കുടിയന്മാരോട് വിളിച്ചു പറഞ്ഞു, എടാ അച്ഛനാ ഓടി വരാൻ. എല്ലാ കുടിയന്മാരും കൂടെ വന്ന് അച്ഛനെ വലിച്ചെടുത്തു. ഒരു കുടിയൻ ഒക്കത്തെടുത്ത് വെച്ച്. അച്ഛൻ പറഞ്ഞ് താഴെ നിർത്തിക്കും, ഒരു കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നവും ഇല്ല. അപ്പം ഇത്രയും വലിയ ആക്സിഡൻറ്റ് പറ്റിയ ആളെ നിലത്ത് നിർത്താൻ പറ്റത്തില്ല. അവൻ എളി വെച്ചുകൊണ്ട് നടക്കുകയാണ്. പെട്ടെന്നൊരു കുടിയൻ പറഞ്ഞു വെള്ളം കൊടുക്കാൻ. അപ്പോൾ ഷാപ്പിലേക്ക് കയറ്റി. അപ്പോൾ ഒരു കുടിയൻ പറഞ്ഞു മധുരക്കള്ള് കൊടുക്കാൻ. അത് ചതവിന്. അച്ഛൻ പറഞ്ഞു എന്നാ കള്ളാണോന്ന് അറിയത്തില്ല, ഒരു പാനീയം തന്നെന്ന് പറഞ്ഞു.
അമ്മ കുടിപ്പിച്ചു. പെട്ടെന്ന് 3 കുടിയന്മാർ പുറത്ത് ചാടി ഒരു കാറ് തടഞ്ഞു നിർത്തി. എന്നിട്ട് അച്ഛനെ കയറ്റുവാണ് കാറയിലേക്ക്. അച്ഛൻ പറഞ്ഞു ഞാൻ തന്നെ പൊക്കോളാം. ഇല്ല, അച്ഛനെ അങ്ങനെ തന്നെ വിടുന്ന പ്രശ്നം ഇല്ല. സകല കുടിയന്മാരും കൂടെ കയറി. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ അടുത്തൊരു കുടിയും കയറിയിട്ട് പറഞ്ഞു കിഡ്നി വേണേ കിഡ്നി തരും. ഹൃദയം 6 എണ്ണം വന്നിട്ടുണ്ട്, ഏത് വേണേലും. അച്ഛൻ പറയാണ് അപ്പോൾ ഇവിടുന്ന് പോരുന്നോടം വരെ അവന്മാർ. അതേ സമയത്ത് അതിലെ നല്ല മനുഷ്യർ പോയി. കാറിൽ കൊന്തയൊക്കെ തൂക്കി മിഖാൽ അങ്ങോട്ട് നിൽക്കുന്നു, ഗബ്രിയേൽ ഇങ്ങോട്ട് നിൽക്കുന്നു. ഇത് കണ്ടതേ കാല് സത്യമാണ് പ്രിയപ്പെട്ടവര്. ദുഷ്ടനാണ്. നിങ്ങൾ ഈ പരിപാടി നിർത്ത്. ഈ പണ്ടൊക്കെ ഞാൻ ഇടുക്കിക്കാരനാണ്. അമ്മച്ചിമാരൊക്കെ പള്ളിയിലേക്ക് പോരുമ്പം മരുമകളിലെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് പോരും. എന്നിട്ട് ആനവാദൊക്കെ വരുമ്പം പറയും കുർബാന കഴിഞ്ഞ് ബാക്കി പറയും. ഇപ്പം അങ്ങനെ പോലും പറയാൻ ആളില്ല പ്രിയപ്പെട്ടവർ. ഭയങ്കരമാണ് കേട്ടാ. അതിന് കാരണം എന്താണെന്നറിയോ? ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് പോകേണ്ടത് തിരുവല്ലായിലാണ്. ഞാൻ തൃശ്ശൂർ പ്രസംഗിച്ചിട്ട് തിരുവല്ലായി വന്നപ്പോഴത്തേനും 11 മണി. അച്ഛനൊക്കെ കിടന്ന് കാണും. തിരുവല്ലായിൽ നിന്ന് പിന്നെ വേണം റാന്നി കിടക്കാം. അപ്പം ഞാനൊരു ഹോട്ടലിൽ കയറി മുറിയെടുക്കാൻ. ഞാൻ മുറിയെടുത്തു. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല പ്രിയപ്പെട്ടവരെ, സത്യമാണ്. 2 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുളിച്ചു, പല്ല് ബ്രഷ് ചെയ്തു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ചാടി പുറത്തിറങ്ങി. അയാൾ ചോദിച്ചു എന്താ പോകണം? ഞാൻ പറഞ്ഞു മതി. ഞാൻ ആ സ്റ്റാൻഡിൽ പോയിരുന്ന മനുഷ്യനെ കണ്ടു. സത്യമാണ്. ചായ ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ ചെന്നപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ. അവന് ഷർട്ടില്ല, പാൻറ് സിബില്ല. അവനിങ്ങനെ പാൻറെ പിടിച്ചുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കുന്നവരുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ഈ തട്ടുകടക്കാരൻ ഒരു 3 പേരുണ്ട്. ഇവനടുത്ത് വരുമ്പം അവിടെ മുഴുത്തൊരു വടിയിരിപ്പുണ്ട്. അതിൽ വടിയെടുക്കും. അപ്പോൾ ഇവൻ പുറകോട്ട് മാറും. വീണ്ടും എല്ലാവർക്കും അയാൾ വിളമ്പി കൊടുക്കും. എല്ലാവരും സമൃദ്ധമായിട്ട് കഴിക്കുന്നു. ഇവൻ പതുക്കെ അടുത്ത് വരുമ്പം അയാൾ വടിയെടുക്കും. അപ്പം പുറത്തേക്ക് മാറും, പുറകോട്ട്. ഞാൻ പറഞ്ഞു വരാൻ. അവൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ 100 രൂപ എടുത്തിട്ട് അവന് കൊടുത്തു. പെട്ടെന്ന് അവൻ ആ 100 രൂപ ഇങ്ങനെ പൊക്കി കാണിച്ച അയാളെ. അപ്പം അയാൾ പറഞ്ഞു വരാൻ. ഒരു പേപ്പർ എടുത്ത് 5-6 ചപ്പാത്തിയും കുറേ കടലക്കറിയെല്ലാം കൂട്ടിക്കൊടുത്തു. അവൻ സന്തോഷത്തോടെ വാങ്ങിക്കുകയാണ്. എന്നെ കരയിപ്പിച്ചത് അതല്ല. അയാൾ പറഞ്ഞു നിൽക്ക് 100ൻ്റെ ബാക്കി. അവൻ പറഞ്ഞു വേണ്ട. എന്നിട്ട് ആ റോട്ടിൽ പോയിരുന്ന് എല്ലാവരും നോക്കി ആർത്തിയോടെ വാരി കഴിക്കും. വെളുപ്പിന് ബസ് വന്ന് ഞാൻ ചാടിക്കയറിപ്പോയി. പക്ഷെ പിന്നീടാണ് ഞാൻ ഓർത്തത് എൻ്റെ ബാഗിലുണ്ട് ഷർട്ടും പാൻറ്റും. എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല സഹോദര, പറ്റിയില്ല. പണ്ടൊക്കെയാണ് ഞാൻ ഇടിയിപ്പിക്കുമായിരുന്നു. ജീവിതം ഇന്ന് ഞാനും ബ്രദറായി, സഹോദരി സുവിശേഷകനായി. ഇതൊരു ദുരന്തമാണ്, സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ജീവിക്കാതെ പ്രസംഗിക്കുന്നു. ഇത് പറയുമ്പോഴും ഞാൻ വിഷമിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം അതാ. ആ ബേബി ചേട്ടൻ വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ കയറി വന്നതാണ്. ഇല്ല, വരില്ല ഇവിടെ. ജീവിതത്തിൽ നമ്മളൊക്കെ ഓർത്തു നോക്കിക്കേ, നമുക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അതിന് കാരണം എന്താണെന്നറിയോ? നമുക്കാർക്കും ദൈവത്തോട് ബന്ധമില്ല. അതാണ് മരണമെന്ന് പറയുന്നത്. മരണം. ഇനി ഈ ബന്ധം തരാൻ ഒരാൾക്കേ കഴിവുള്ളൂ, അത് ഈശോയ്ക്കാണ്. അപ്പം അവനെ സ്വീകരിക്കണം. സ്വീകരിച്ചവർക്ക് അവൻ ദൈവമക്കളാകാൻ കഴിവ് കൊടുത്തു. ഇനി ചോദിക്കട്ടെ, എന്താണ് നിത്യജീവൻ? യോഹന്നാൻ 17:3 അറിയോ? ഒന്ന് വായിക്കാമോ? ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യം. എന്താ പ്രിയപ്പെട്ടവരെ അറിയുക എന്ന് പറഞ്ഞാൽ? എന്താ അറിയുക എന്ന് പറഞ്ഞാൽ? എന്താ സാറേ അറിയുക എന്ന് പറഞ്ഞു?
അറിയുക. ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്നെ അറിയാവോ? ഇല്ലേ? അറിയാം. പേരെന്താ? സുനിൽ. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ള സുനിൽ. വീട് എവിടെയാണ്? പാല രാമപുരം. പാല രാമപുരം കേട്ടാ. അപ്പം പേര് സുനിൽ. നിങ്ങൾക്കറിയാം. ആര് പറഞ്ഞപ്പോഴാണ്? അച്ഛൻ പരിചയപ്പെടുത്തിയപ്പോഴല്ലേ. എൻ്റെ ഭാര്യയ്ക്കും എന്നെ അറിയാം. നിങ്ങൾക്കും എന്നെ അറിയാം, എൻ്റെ ഭാര്യയ്ക്കും എന്നെ അറിയാം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാറേ? വ്യക്തിപരമായിട്ട് അടുപ്പമുണ്ട്. നിങ്ങൾക്കത്ര. സാറ് വിവാഹിതനാണോ? അതെ. വ്യക്തിപരമായ അടുപ്പം മാത്രമല്ല സാറേ, വിവാഹമെന്ന കുദാശയിൽ ഇനിമേൽ രണ്ടല്ല, ഒന്നാണ്. ഒന്നാണ്. അപ്പം ഞാനും ഭാര്യയും ഒന്നാണ്. 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 അപ്പം അറിയുക എന്ന് പറഞ്ഞാൽ ഒന്നാകുക. ഒന്നാകുക. നിങ്ങൾക്കെന്നെ അറിയാം. അത് ഏതറിവാണ്? അത് തലകൊണ്ടുള്ള അറിവാണ്. ഇന്ന് ക്രിസ്ത്യാനിയുടെ ഗതികേട് എന്താണെന്നറിയോ? അവന് ക്രിസ്തുവിനെ അറിയാം. തലകൊണ്ടറിയാം. യേശു രക്ഷകനാണെന്നും യേശു വിമോചകനാണെന്നും യേശു നമുക്ക് വേണ്ടി കുരിശി പടഞ്ഞു മരിച്ചെന്നും അറിവുണ്ട് പ്രിയപ്പെട്ടവരെ. അറിവുണ്ട്. തലകൊണ്ടുള്ള അറിവുണ്ട്. ഈ അറിവ് വേണ്ടെന്നല്ല. യഥാർത്ഥത്തിൽ അറിയുക എന്ന് പറഞ്ഞാൽ ഒന്നാകുക. അതുകൊണ്ടാണ് മാലാഖ വന്ന് ദൂതൻ വന്ന് മറിയത്തോട് പറഞ്ഞു. അപ്പം മറിയം എന്താ പറഞ്ഞത്? ഞാൻ പുരുഷനെ അറിയുന്നില്ല. അപ്പം മാലാഖ പറഞ്ഞു, അത്യുന്നതൻ്റെ ശക്തി, ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധനാണ്. അപ്പം അറിയുക എന്ന് പറഞ്ഞാൽ ഒന്നാകുക. 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 പ്രിയപ്പെട്ട ദൈവജനത്തോട് പറയട്ടെ, ഇവിടെ ഒന്നാകാതെ മുകളിൽ ഒന്നാകില്ല. ഒന്നാകില്ല. ഇവിടെ ഇല്ലാത്തൊന്നും മുകളിലില്ല. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ സഹോദര? ഇവിടെ ഒന്നാകില്ല. എന്നിട്ടോ ശ്രമിക്കുകയാണ്. കറക്റ്റ്. ഇവിടെ ഒന്നാകില്ല, എന്നിട്ട് മുകളിൽ ഒന്നാകാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 24-ാമത്തെ അധ്യായം 37-ാമത്തെ തിരുവചനം. മത്തായിയുടെ സുവിശേഷം 24-ന്റെ-37. ഇല്ല, 24-ന്റെ-37. മത്തായിയുടെ സുവിശേഷം 24-37. ആഗമനം. അപ്പൊ നോഹയോട് ദൈവം പറഞ്ഞു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എല്ലാവരോടും ആ പെട്ടകത്തിൽ കയറാൻ. കയറിയോ? ഇല്ല. എന്താ കാരണം? ഒന്നും കൂടെ വായിച്ചേ. ഈ വചനം ഒന്നും കൂടെ വായിച്ചേ. ആഗമനവും അപ്പൊ പെട്ടകത്തിനുള്ളിൽ കയറാൻ പറ്റാത്തതിന് കാരണം എന്തായിരുന്നു സാറേ? തീറ്റയും കുടിയും. പിന്നെ അടുത്ത പരിപാടി എന്നാ? പെണ്ണ് കെട്ടിയിരും. പെണ്ണ് കെട്ടിയിരും മക്കളെ ജനിപ്പീരും. ചോദിക്കട്ടെ, ഇപ്പോഴും നമ്മുടെ പരിപാടി എന്നാ? ആരും മിണ്ടുന്നില്ല. ഇപ്പൊ പിന്നെ എൻട്രൻസ് കോച്ചിങ്ങും കൂടെ ഉണ്ട്. നോഹയുടെ കാലത്ത് പിന്നെ അത് ഉണ്ടോ? നോഹയുടെ കാലത്ത് എന്തായിരുന്നു പരിപാടി? തീറ്റയും കൂടിയും. ഇപ്പോഴോ? ഈയിടെ എൻ്റെ കൂട്ടുകാരൻ്റെ പെരവാസ്തോലി, കൊറോണയ്ക്ക് മുമ്പാണ്. ഞാൻ 18 വർഷം വാടകയ്ക്കായിരുന്നേ. എന്നെപ്പോലെ അവൻ്റെയും സമ്പത്ത് പോയി. അവൻ വാടകയ്ക്കാണ്, വിദേശത്ത് പോയി പൈസയൊക്കെ ആയി, ഇടുക്കിയിലാണ്. അപ്പോൾ എന്നോട് നീ വരാതെ ഇരിക്കരുത് കേട്ടാ. ഞാൻ ചെന്നപ്പോഴത്തേനും അച്ഛൻ വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞു, ഭക്ഷണം വിളമ്പാൻ തുടങ്ങുക. എന്നെ കണ്ടത് പറഞ്ഞു, എന്നാൽ നീ തന്നെ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങുകയാണ്. ഞാൻ നോക്കിയപ്പം എന്താണ്? പാലപ്പവും കോഴിക്കറി. എൻ്റെ വീക്ക്നെസ്സാണത്. അപ്പോൾ എൻ്റെ പ്ലേറ്റിൽ ഈ വിളമ്പിയ ആൾ 2 ഇട്ടപ്പോൾ ഞാൻ 2 പോരാ, ഒരു 2 കൂടി കൊണ്ട് ഇട്ടാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ഒന്ന് 2 ഒരു 4 ഇട്ടേക്കാമെന്ന്. അപ്പം ഞാനോർത്ത് പാലപ്പവും കോഴിക്കറിയും ഉള്ളതെന്നാണ് ഞാൻ ഓർത്തത്. പാലപ്പവും കോഴിക്കറിയും കഴിഞ്ഞ് അങ്ങോട്ട് മാറിയപ്പോഴാണ് കപ്പ ബിരിയാണി. എനിക്ക് പാലപ്പത്തേക്കാളും ഇഷ്ടമാണ്.
അപ്പം ഞാൻ നോക്കിയപ്പോഴും എൻ്റെ ഈ അപ്പം ഇട്ടത് പ്ലേറ്റ് നിറഞ്ഞു. അപ്പം അവൻ്റെ മകനെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് നിർത്തുകയാണ്. അത് കപ്പ ബിരിയാണി എനിക്ക് വേണ്ടിയിട്ട് പ്ലേറ്റ്. ഈ കപ്പ ബിരിയാണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറിയപ്പോഴാണ് ചിക്കൻ ബിരിയാണി. ഞാൻ നോക്കിയപ്പോൾ ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് ഓരോ സ്ത്രീകളെയും ഭർത്താക്കന്മാരും 3 പേരും കൂടെ എടുത്താണ് കാറയിലേക്ക്. ഇവിടെ ഉണ്ടോ ഇത്? ഇല്ല. നോണ പറയുന്നതിന് ഒരു കുർബാന സ്വീകരിച്ചാണ്. ഇവിടെ ഉണ്ടാ? ഇവിടെ ഇതേ പരിപാടിയുള്ളൂ. ആവശ്യത്തിന് കഴിച്ച പോരെ സഹോദര. എന്നിട്ട് ഈ തീറ്റ കഴിഞ്ഞിട്ടോ വലിയ മെച്ചമില്ലായിരുന്നു. എന്നാ ഈ വരുന്നവൻ പള്ളി കയറുവോ? കയറിയല്ല. ആ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല. ഈ തീറ്റയും കുടിയും തന്നെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, തിരിച്ചറിയണം. മക്കളെ ജനിപ്പിക്കുക, ILTC പഠിപ്പിക്കുക, എൻട്രൻസ് പഠിപ്പിക്കുക. ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, അന്ന് നോഹ പെട്ടകം ഉണ്ടാക്കിയെങ്കിൽ അതേ പെട്ടകമാണ് യേശുക്രിസ്തു. ഈ പെട്ടകത്തിനുള്ളിൽ നീ കയറണം. ഇന്ന് നമ്മുടെ പരിപാടിയാണെന്നറിയോ? എല്ലാ ഞായറാഴ്ചയും വന്ന് പെട്ടകത്തിന് ചുറ്റും നടക്കും. കേറിയല്ല. പ്രിയപ്പെട്ട ദൈവജനമേ, പെട്ടകത്തിനുള്ളിൽ കടക്കണം. ഇവിടെയാണ് വിളിച്ചത്. ഇവിടെ തിരിച്ചറിവുണ്ടാകേണ്ടത്. ഇത് തന്നെ ലൂക്കാ സുവിശേഷത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 21-ാമത്തെ അധ്യായം 24 മുതലുള്ള തിരുവചനം. 21-ന്റെ 24. 21-24. മടുത്തോ? അയ്യോ അല്ലല്ല, ലൂക്കായുടെ സുവിശേഷം 34 എനിക്ക് 34. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും, ശ്രദ്ധിച്ചോണം, ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ജാഗ്രത. ബൈബിൾ പറയുന്നൊരു വാക്കാണ് ജാഗ്രത. കൊച്ചച്ചൻ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, പേടിക്കണ്ട, എന്ത് മതി? ജാഗ്രത. സുവിശേഷം പറയുന്നുണ്ട് ജാഗ്രത. ഉണ്ടോ? സുഖലോലുപത, പിന്നെന്താണ്? മദ്യാസക്തി, അടുത്തെന്താണ്? ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ. എന്താണ് സാറേ കെണി? എന്താ കെണി? എന്തോ മരണം കെണിയല്ല കേട്ടോ. പല്ലും ധരിച്ചിരിക്കുന്ന മരണം കെണിയാണ്. മരണം ഒരിക്കലും കെണിയല്ല. കെണി എന്ന് പറയുന്നത് എലി കെണി വീഴുന്നത് പോലെയാണ് മരണം നമ്മളെ പിടികൂടുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കൊറോണ കാലം നിങ്ങളെടുത്തേ, എത്ര സുവിശേഷകർ മരിച്ചു പോയെന്നറിയോ? എത്ര വൈദികർ മരിച്ചു പോയെന്നറിയോ? ഒരുപാട് വൈദികർ. പാലാരൂപതയിൽ തന്നെ എത്ര മിടുക്കന്മാർ അച്ഛന്മാർ കടന്നു പോയെന്നറിയോ? ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയോ? മരണമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, തിരിച്ചറിയണം. ഒരിക്കൽ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പോപ്പ് റോമിൽ ഒരു സർവമത സമ്മേളനം വെച്ച് എല്ലാ മതങ്ങളുടെ ആചാര്യന്മാരെ വിളിച്ച്. അപ്പോൾ അവിടെ കൂടിയപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, എല്ലാ മതത്തിലും ദൈവത്തിൻ്റെ വിത്തുണ്ട്, വചനത്തിൻ്റെ വിത്തുണ്ട് എല്ലാ മതത്തിലും എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. അപ്പം പോപ്പിനോട് അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? സുവിശേഷം പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ ഈ ദൈവവചനത്തിൻ്റെ വിത്ത്. അപ്പോൾ പോപ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് മരണമില്ലായ്മയുടെ സുവിശേഷമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 23 തിരുവചനം വായിച്ച്. 11-ന്റെ-23. യോഹന്നാൻ 11:23. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. അടുത്ത വചനം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും.
മരിച്ചാലും ജീവിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, ക്രിസ്തുവിൽ നീ നിത്യജീവൻ കണ്ടെത്തണം, യേശുവിൽ കടക്കണം. അതാണ് ഈ പെട്ടകത്തിനുള്ളിൽ കടക്കണമെന്ന് പറയുന്നത്. എന്തോ ഇന്നത്തെ പ്രശ്നമാണ് സുഖലോലുപത. എന്തോരം സുഖിക്കാവോ അത്രയും സുഖിക്കുക. ഞാൻ പറയട്ടെ, എന്നെ ഞാനാക്കിയത് ചങ്ങനാശ്ശേരി, നിങ്ങളുടെ ചങ്ങനാശ്ശേരി രൂപത്തിലൊരു വൈദികനാണ്, ജസ്യൂട്ട് ഫാദറാണ്, ഓവേലിൽ എന്ന് പറയും, ഓവേലി. അച്ഛനാണ് എന്നെ ഞാനാക്കിയത്. അഹമ്മദാബാദ് 10 ദിവസ ധ്യാനം, വലിയ ഇടവകയാണ് അഹമ്മദാബാദ്, ഗുജറാത്തിൽ. ജസ്യൂട്ട് ഫാദേഴ്സിൻ്റെയാണ്, ഭയങ്കര ആശ്രമമൊക്കെയുണ്ട്. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു കേട്ടോ. അച്ഛനിട്ടേക്കുന്ന ഷർട്ടും പാൻറ്റും കാണണം, ഷർട്ടും പാൻറ്റും ഇട്ടാണ് നടക്കുന്നത്. അത് കീറിയിട്ട് തുന്നാത്ത ഒരു സ്ഥലവും ഇല്ല. അച്ഛൻ്റെ മുറി കാണണം കേട്ടോ. എന്നോട് ഇരിക്കാൻ തന്ന കസേര, ഇരുമ്പ് കസേരയില്ലേ പണ്ടത്തെ, അതിൻ്റെ ഒരു തൂണ് ദ്രവിച്ചു പോയിട്ട് പഴംതുണി തിരികെ വെച്ചിരിക്കുന്നു. ഞാൻ അതേലിരുന്നപ്പോൾ ഇങ്ങനെ ആടുക. അപ്പോൾ അച്ഛൻ പറഞ്ഞ കട്ടിലേക്ക് ഇരിക്കാൻ, അതിങ്ങനെ ആടുക. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇരിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാനൊന്നൊരു ഓർത്ത് കേട്ടോ, ഈ പുരോഹിതൻ മണ്ണിൻ്റെ അല്ല, സ്വർഗത്തിൻ്റെയാണ്. എന്തോ ഭക്ഷണം കഴിക്കാൻ, കാപ്പി കുടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ചാച്ച കഥ കിടക്കണ്ടേ, വേണ്ട കുഞ്ഞേ, കള്ളന്മാരാരെങ്കിലും വന്ന് കയറിയാൽ എന്തെങ്കിലും വെച്ചിട്ടേ പോകുള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തക്കാളിയും വെണ്ടയ്ക്കയും വഴുതിരിങ്ങ എല്ലാം കൂടെ വെട്ടിപ്പുഴുങ്ങി ഒരു പുഴുക്ക്. ഞാൻ ചോദിച്ചു, അച്ഛൻ ഇതാണോ കഴിക്കുന്നത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ വന്നതുകൊണ്ടാണ് തക്കാളിയും കൂടെ ചേർത്തത്. 10-15 ദിവസം അച്ഛൻ്റെ കൂടെ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ മണ്ണിൻ്റെ അല്ല, സ്വർഗത്തിൻ്റെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയട്ടെ, സാറേ, മാക്സിമം ലഗേജ് കുറച്ചോണം, കേട്ടാ. ഈ കൺവെൻഷൻ തീരുന്നതോടെ ഈ കയ്യെ കിടക്ക അധികമൊന്നും വേണ്ട സഹോദരി, 1 2 അത് പറഞ്ഞപ്പോൾ ഒരു ആൻറ്റി സാരിയുടെ കീഴോട്ട് കൈ കയറ്റുക. മാക്സിമം ലഗേജ് കുറയ്ക്ക്. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നോക്കണം, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയുണ്ട് കൂടുതലായിട്ട്. 2 കാറുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് പുറത്തിടണം കേട്ടാ. സത്യമാണ് സഹോദര, സത്യമാണ്. പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ നവീകരണത്തിൽ വരുമ്പം എൻ്റെ കയ്യിൽ ഇവിടെ ഒരു സ്വർണ്ണ ചെയിൻ, ഇവിടെ മോതിരം, ഇങ്ങനെയാണ് ഹാലലിയ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഹാലലിയ പറയാൻ എന്നാ സുഖമാണെന്നറിയോ? എൻ്റെ കഥകളൊക്കെ ഇടുക്കി കഥകളാണ്. എൻ്റെ കൂട്ടുകാരൻ, അവനും 23 വയസ്സ്, എനിക്കും 23 വയസ്സ്, ഇപ്പം 52 ഉണ്ട്. അവൻ എന്നോട് ചോദിച്ചാടാ, പെങ്ങളുടെ ചെറുക്കം കാണാൻ വരവോ? എങ്ങനെ വരണം? അപ്പൻ്റെ ചേട്ടൻ്റെ മകനായിട്ട് വരണം. ആര്? ഞാൻ. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു തോമസ് ചേട്ടൻ, അപ്പൻ്റെ അനിയനും. കൂടെ പോകാൻ ആരുമില്ല സഹോദരി, ഒന്ന് ഓർത്ത് നോക്കിക്ക്. അവൻ പറഞ്ഞ് കാപ്പി കുടിച്ചിട്ട് പോകാം. എവിടെ പോകണം? പുത്തൻകുരിശ്, എറണാകുളം വരെ പോകണം, ഇടുക്കിയിൽ. കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് പിന്നെ പെങ്ങൾ പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നേ. അകത്ത് കയറി ഇവൻ പുറത്ത് വന്നപ്പം, ഇവൻ ചെന്നിട്ട് പുറത്ത് വന്നപ്പോൾ ഇവൻ്റെ മുഖം വാടിയിരിക്കുന്നു. കുറേ ദൂരം നടക്കണം ബസ് സ്റ്റോപ്പിലേക്ക്. ഞാൻ ചോദിച്ചു, എന്നെ പറ്റിയിടാ, നിനക്ക് എന്നൊരു മൂടില്ലാത്ത? അവൻ പറഞ്ഞില്ല. പറയടാ, എന്നെ പറ്റി? അവളൊരു കാര്യം പറഞ്ഞു. അവൾ എന്നാ പറഞ്ഞു? ഇതും കൂടെ ഉറപ്പിച്ചില്ലെങ്കിൽ ഏത് ചെറുക്കം വിളിക്കുന്നോ അവൻ്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോകും. അതാണ് അവൾ പറഞ്ഞത്. കാരണം അതിന് 32 വയസ്സുണ്ട് സഹോദര. നേഴ്സാണ് അവൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലും. ഇവിടെയല്ല, പുറത്ത്, വിദേശത്തല്ല, ഡൽഹിയിൽ. ഏത് ചെറുക്കം വന്നു കണ്ടാലും ഇതിനെ ഇഷ്ടപ്പെടും. ഇവൻ ചെന്നിട്ട് എന്നെ പറയുന്നുണ്ട്, അറിയിക്കാമെന്ന് പറഞ്ഞു പോരും. അറിയിക്കുകയല്ല, കാരണം കയ്യിൽ കാശില്ല. ഇത് വെള്ള കണ്ണി പൊടിയിടാൻ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇവൾ 1 മുഴം മുമ്പേ എറിഞ്ഞത്. ബസ്സിൽ കയറിയപ്പം ഇവരുടെ ടിക്കറ്റും കൂടെ ഞാനാണ് എടുക്കുന്നത്. അതിനുപോലും അവൻ്റെ കയ്യിലില്ല. തോമസ് ചേട്ടൻ പിന്നെ ധ്യാനം കൂടിയ പിന്നെ കൊന്ത മാത്രമേ ചൊല്ലുള്ളൂ. ഇടയ്ക്ക് ഇരുന്നുകൊണ്ട് ഇവൻ എന്നോട് പറയും, 31 ഉണ്ട് കേട്ടോ, 31. എനിക്ക് 31 പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, കാരണം എനിക്ക് പെങ്ങന്മാരില്ല. അന്ന് എനിക്ക് 23 വയസ്സുള്ളൂ. ചെന്ന് പെട്ടെന്ന് അറിയിക്കാമെന്ന് പറഞ്ഞ് പോരാന്ന് പറഞ്ഞാൽ ചെല്ലുന്നു. ചെന്നപ്പോഴോ ഇവർ പാലപ്പവും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുകയാണ്. ചെന്നതേ ഇവൻ പറഞ്ഞെൻ്റെ ചെവി, നമുക്ക് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പോകാം. ഞാൻ പറഞ്ഞു, അവരിത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചതല്ലേ, കഴിച്ചിട്ട് നമുക്ക് അറിയിക്കാമെന്ന് പറയാം. എനിക്കറിയില്ല ഈ കഴിച്ചാൽ ബന്ധം മുറുകുമെന്ന്. ഇഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ കൈ കഴിയിരുന്നു, അവനും ഇരുന്നു. അതിനു മുമ്പ് തന്നെ തോമസ് ചേട്ടൻ ഇരുന്നായിരുന്നു. ഞങ്ങൾ 3 പേര് സ്പീഡിൽ കഴിക്കുക. കഴിച്ചു തീരുന്നതിന് മുമ്പ് ഈ ചെറുക്കൻ്റെ അമ്മാവിന് ധൃതി കൂടി.
അയാൾ ഉറക്കെ ചോദിച്ചു, കാര്യത്തിലേക്ക് കിടക്കല്ലേ, കാര്യത്തിലേക്ക്. ഞങ്ങൾ 3 പേരും കേൾക്കാത്ത പോലെ ഇരുന്നു. പെട്ടെന്ന് അയാൾ ഉറക്കെ ചോദിച്ചു, കാര്യത്തിലേക്ക് കിടക്കില്ല. ഞാൻ അറിയാതെ പറഞ്ഞു, കടന്നേക്കാം. പെട്ടെന്ന് അയാൾ എന്നോട് ചോദിച്ചു, എന്നാ കൊടുക്കും, എന്നാ കൊടുക്കും? ഞാൻ ചോദിച്ചു, എന്നാ കൊടുക്കണം? ആരോട്? ഇവനോട്. അവൻ്റെ ചെവി ചോദിച്ചു, എന്നാ കൊടുക്കണം? അവനും എന്നോട് ചോദിച്ചു, എന്നാ കൊടുക്കണം? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, 50,000 രൂപ അപ്പം ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, അത് കൊടുക്കും. 50,000. അപ്പം കുടിച്ചാൽ മരിച്ചത്. രാവിലെ 6 മണിക്ക് മരിച്ചിട്ട് 11 മണിക്കാണ് ബോഡി കൊണ്ടുപോയത്. കാരണം പെട്ടി മേടിക്കാൻ കാശില്ലായിരുന്നു. ആ അപ്പനാണ് 50,000 രൂപ എവിടെ ഇട്ടിരിക്കുന്നത്? ബാങ്കിൽ. ഇവൻ എന്നെ ഞുള്ളി. ഞാൻ പറഞ്ഞു, മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അയാൾ ചോദിച്ചാൽ 50 ഉള്ളോ? ഞാൻ പറഞ്ഞു, പിന്നെ പെണ്ണു കൊണ്ടെന്ന് പറഞ്ഞു. ഉറപ്പിക്കല്ലേ, പിന്നെ അതിനല്ലേ വന്നത്. ഉറച്ചു. പുറത്തിറങ്ങിയപ്പോൾ അവനോട് ചോദിച്ചു, നീ എന്നാ പണിയാണ് കാണിച്ചത്? ഞാൻ പറഞ്ഞു, നീയല്ലേ 31 പറഞ്ഞു. പെട്ടെന്ന് അവനോട് ചോദിച്ചു, എന്നാ ചെയ്യൂടാ? ഞാൻ പറഞ്ഞു, അതെനിക്കറിയില്ല, ഉറപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ ചെറിയ മഴയുള്ള കാലമാണ്. അവൻ നിന്ന് വേർക്കുന്നു. എൻ്റെ കൂട്ടുകാരൻ തിങ്കളാഴ്ച ഒത്തു കല്യാണം. എൻ്റെ കയ്യിലുണ്ട് സാറേ. എന്നോട് തമ്പുരാൻ പറഞ്ഞു, ഇങ്ങോട്ട് ഊരാൻ, ഇങ്ങോട്ട് ഊരാൻ. ഉണ്ടോ? അത് അവിടെ വെച്ചാണ് ഞാൻ ഊരിയത്. അന്ന് 21 വയസ്സുള്ളൂ. പക്ഷേ എന്നെ അന്ന് ദൈവം പഠിപ്പിച്ചു, സുനിലേ, പുരുഷന്മാർ സ്വർണ്ണം ഇടാൻ പാടില്ല, പാടില്ല. സ്ത്രീകൾ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണെന്നറിയോ? ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് ദൈവം നയിച്ചു. മരുഭൂമി വെച്ച് വിശന്നപ്പോൾ അപ്പൻ മന്ന കൊടുത്തു. മന്ന കൊടുത്തപ്പോൾ അപ്പനൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? നാളത്തേന് ശേഖരിക്കരുത്. അവർ ചെയ്ത പണി എന്നാ? അവർ വാരിക്കൂട്ടി. നമ്മളെപ്പോലെയാ. പിറ്റേന്ന് തുറന്നപ്പോഴെന്തായി സാറേ? പുഴുവായി. ചോദിക്കട്ടെ, ഇന്ന് സ്വസ്ഥതയുണ്ടോ? പറയണം. ഇന്ന് സ്വസ്ഥതയുണ്ടോ? അത് കുടുംബത്തിലും സഭ, ഏത് മേഖലയിലും നിങ്ങൾ നോക്കിക്കോ, ആളുകൾക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. എന്നിട്ട് പറയുന്നു, പ്രാർത്ഥിക്ക്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന നല്ല സമാധാനം. ഈ സുവിശേഷം നീ ചങ്കത്തോട് വെച്ച് യേശുവിനെ സ്വീകരിച്ച നിന്നോട് തന്നെ ചോദിച്ചേ, എന്തുമാത്രം നീ ശേഖരിച്ചു വെച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, തിരിച്ചറിയണം. സുഖലോലും നിങ്ങൾ ആവശ്യത്തിന് ഭക്ഷിക്കും, നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് ജെറമ്യ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 22-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം വായിച്ച്. ജെറമ്യ 22:13. ജെറമ്യ 22. അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്തിട്ട് പ്രതിഫലം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ശപ്തൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ശപിക്കപ്പെട്ടവൻ. എന്താ ശാപം? അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും. ഉണ്ടോ? അനീതി. എന്താ നീതി? കൊറോണയ്ക്ക് കുറേ നാൾ മുമ്പ്, എൻ്റെ കഥകളൊക്കെ ഇടുക്കി കഥകളാണ് കേട്ടോ. കുറേ നാൾ മുമ്പ് ഹൈറേഞ്ചിലൊരു പള്ളിയിൽ ധ്യാനം യുവജനങ്ങൾക്ക്. അപ്പോൾ ഒരു പെങ്കൊച്ച് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. ഇച്ചിരി വണ്ണമുള്ള കുട്ടിയാണ്. നമ്മൾ നിവർന്നിരിക്കാൻ പറഞ്ഞു. അതിങ്ങനെ ഇരിക്കുന്നു. നിവർന്നിരുന്ന ശരീരഭാഗങ്ങൾ കാണാം. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, നിനക്ക് ഈ ചുരിദാറുള്ളോ? അപ്പോൾ അതിങ്ങനെ കൈകൂപ്പിയിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. അതെന്നോട് പറയാം, ചുരിദാറല്ല ബ്രദറെ പ്രശ്നം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി മോളെ? അതെന്നോട് പറയുക, എൻ്റെ വീട് ഓലമേഞ്ഞതാണ്. അമ്മ കൂലിപ്പണിക്ക് പോവും. അപ്പൻ ആസ്മ രോഗിയാണ്. ഏലത്തോട്ടത്തിൽ, തണുപ്പുള്ള നാടാണ്. ഓല വലിച്ചുകൊണ്ട് വരും. എന്നിട്ട് മെടഞ്ഞിട്ട് കെട്ടിയതാണ് വീട്. വാതിലെങ്ങനത്തെയാണെന്നറിയോ? ഇല്ലി പൊട്ടിച്ചിട്ട് കീറിയിട്ട് ഓല മെടഞ്ഞ് വെച്ച് കെട്ടിയതാണ്. വൈകിട്ട് എടുത്തു വെച്ചിട്ട് കയറിട്ട് കെട്ടും. രാവിലെ കയറ് ഉരി മാറ്റി വെക്കും. ഇതാണ് വാതിൽ. പള്ളിയിൽ പെരുന്നാൾ ഇവിടുത്തെ പോലെ ഞങ്ങളുടെ ഇടുക്കിയിലൊക്കെ വർഷത്തിലൊരു പെരുന്നാൾ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഈ നാടകം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഗാനമേളയൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഈ കൊച്ചമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ വന്ന് കിടക്കണം. കാരണം പള്ളിയിലേക്ക് ഇഷ്ടം പോലെ ഈ മുറ്റത്തൂടിയാണ് പോകുന്നത് പള്ളിയിലേക്ക് ആളുകൾ. ഈ കയറെ പിടിച്ച് വലിച്ച് തുറന്നകത്ത് കയറാം. അമ്മ പറഞ്ഞു, മോള് കിടന്നു, ഞാൻ വന്ന് കിടന്നോളാം. ഈ ചട്ടിക്കകത്ത് ഈ വിറകിൻ്റെ കനലിട്ടിട്ട് ഭർത്താവിന് ചൂട് വെച്ച് കൊടുക്കും ഈ സ്ത്രീ. ഇത് ഈ കൂലിപ്പണി എടുത്തിട്ട് വന്നിട്ടല്ലേ ഇത് ചെയ്യുന്നത്. അതവിടുന്ന് ഉറങ്ങിപ്പോയി. എന്നോട് ആ കൊച്ചു പറയുക, പാതിരി ആയപ്പോൾ ബ്രദറെ എൻ്റെ കൂടെ വന്ന് കിടന്ന് അമ്മയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നെ ഇങ്ങനെ വട്ടം പിടിച്ചപ്പോഴാണ് അറിയുന്ന അമ്മയല്ലെന്ന്. ഒറ്റ അലർച്ച. അത് നിലവിളിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഒരു വാതിലുണ്ടായിരുന്നെങ്കിൽ.
പ്രിയപ്പെട്ട ദൈവജനമേ, തിരിച്ചറിയണം സുഖലോലുപത. ഇന്ന് നമ്മളൊക്കെ പണിത് വെച്ചേക്കുന്ന ഗേറ്റ്, മതിൽ, എന്തിനാ സഹോദരി ഇതെന്തിനാണ്? ദൈവത്തെ ഓർത്ത് നിങ്ങൾ കുഴിച്ചിടരുത്. ആവശ്യത്തിന് പണി. നിങ്ങൾ പാലായിലൊക്കെ വരുന്നതല്ലേ, ഇടയ്ക്ക് ഭരണങ്ങാനത്തിനൊക്കെ വരണം കേട്ടാ, രാമപുരത്തൊക്കെ വരണം. ഭരണങ്ങാനത്ത് അൽഫോൺസാമ്മയുടെ അടുത്ത് വന്നിട്ട് അവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ആൻറ്റി ചെന്ന് കോളിംഗ് ബെല്ല് അടിക്കണം. ആരെങ്കിലും ഇറങ്ങി വരുമോ? ഇല്ല. വീട് കണ്ടാൽ തോന്നുന്നു ഒരു 150 പേരുള്ള വീടായിരിക്കുമെന്ന്. ചിലപ്പോഴെങ്ങാനും ജനൽ തുറന്നിട്ടിട്ട് ഒരു 90 വയസ്സുള്ള കാർന്നവർ ഇങ്ങനെ കാണിക്കുന്ന കാണാം. ഇവിടെ ആരുമില്ല. വീടുകളൊക്കെ ശൂന്യമാണ്. മണ്ണി കുഴിച്ചിടുവാണ് സഹോദരി. എത്ര ഭയാനകമാണെന്നറിയാവൂ. വടി വെട്ടാൻ പോയിട്ടുള്ളൂ, അടിയൊന്നും ആയിട്ടില്ല. പണിത് കൂട്ടുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. നിനക്ക് ആവശ്യത്തിന് നീ പണിയും. 2 പേർക്ക് താമസിക്കാൻ 1.5 കോടി രൂപയുടെ 2 പേരുള്ളൂ. പ്രിയപ്പെട്ടു, ദൈവത്തിൻ്റെ നാമത്തിലാണ് ഇതെല്ലാം ഉയരുന്നത്. ജെറൂസലേം ദേവാലയത്തെ നോക്കി കർത്താവ് പറഞ്ഞത്, കല്ലുമേ കല്ല് ശേഷിക്കാതെ ഇത് തകരും. പ്രിയപ്പെട്ടവരെ, അതിന് മാറ്റമില്ല. കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല. നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല. നമ്മുടെ മക്കൾക്ക് സ്വസ്ഥതയില്ല. 24 മണിക്കൂറും ഞാൻ ഈ സുവിശേഷോട്ട് ഓടുകയാണ്. വരുന്നവരെല്ലാം ഭയാനകമായ അവസ്ഥയാണ്. ചെറിയ അവസ്ഥയല്ല. പണത്തിന് കുറവില്ല, സമ്പത്തിന് കുറവില്ല. കുറവുണ്ടോ സാറേ? ഇല്ല. മക്കളെയൊക്കെ കയ്യിലുള്ള സമ്പത്തുമൊക്കെ പക്ഷേ എന്താ പ്രത്യേകത? കൃപ നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. മനുഷ്യനൊന്നും ജീവിച്ചിട്ട് തന്നെ നാളുകളായി. സത്യമല്ലേ? ഈയിടെ എൻ്റെ ഭാര്യ പറയുക, 96 സ്വർണം ഇന്നുണ്ടായിരുന്നെങ്കിൽ, 96 ഉണ്ടായിരുന്ന സ്വർണം ഇന്നുണ്ടായിരുന്നെങ്കിൽ. ഇപ്പോഴും അവൾ ഏത് കാലഘട്ടത്തിലാണ്? ആ 96 ഇന്ന് പഴയ നിയമഭാഗം വായിച്ചപ്പം ലോത്തിൻ്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞില്ലേ? അവൾ തിരിഞ്ഞു നോക്കി. ദൈവം പറഞ്ഞതാ തിരിഞ്ഞു നോക്കരുതെന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ക്രിസ്ത്യാനി ജീവിക്കുന്നത് ഇന്നലകളുടെ തകർച്ചയും വേദനയും പേറിക്കൊണ്ടാണ്. അവൾ പറയുകയാണ് 96 ഉണ്ടായിരുന്ന സ്വർണം ഇന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവളിപ്പോഴും 96 പോന്നിട്ടില്ല. കുറച്ചു പേര് ജീവിക്കുന്നതാ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ. ഡിപ്പോസിറ്റ് ഉണ്ടാ? ഉണ്ടോന്നോ? കറക്റ്റാണ്. ഈശോ പഠിപ്പിച്ച മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ഏതാണ് സിസ്റ്റർ? ഒന്ന് വായിക്കാവോ? ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 1 മുതൽ 20. മടുത്തോ? ഈശോട് പറയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ. പറഞ്ഞു, വായിച്ചു. ഒരേ ആഴ്ച തരണമെന്നാണോ? ഓരോ ദിവസവും തരണമെന്ന്. സാറേ, ഓരോ ദിവസവും തരണമെന്ന്. ഞാൻ 20 വർഷമായി സഹോദരി ശേഖരിക്കല. ഭക്ഷണമൊക്കെ സാധനങ്ങളും മേടിക്കുന്ന അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം പിന്നെ വീട്ടിൽ പെൺപിള്ളേർ മക്കളും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ മേടിക്കില്ല. 20 വർഷമായി അങ്ങനെയാണ് പോകുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, മിച്ചമുള്ളത് കാണും. ഇന്നും രാവിലെ കൊണ്ടുവരുത്തിന് കൊടുത്തു. 2 പേർക്ക് ഇന്ന് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇന്നലെ കിട്ടിയത്. അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ഭാര്യ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഭാര്യ പറഞ്ഞ് കയ്യിലെന്തുണ്ട്, ഇന്ന് കുഞ്ഞച്ചൻ്റെ പെരുന്നാളാണ്, അപ്പം ഇത്തിരി തായോ, ഞാൻ കൊടുത്തു. എന്നെയും കൂട്ടിക്കൊണ്ട് പോയി. അവിടെ അഡറേഷൻ സിസ്റ്റർ, ഒരു പാവം വയസ്സായ, അത് അവിടെ ഈ മാതാവിൻ്റെ ഇതിട്ടിരിക്കുകയാണ്, എക്സിബിഷൻ. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഞാനിത് കൊടുക്കുവാണ് അമ്മയ്ക്ക്. എന്നിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് സുവിശേഷത്തിന് വേണ്ടി എടുത്തോണം കേട്ടാ. ഞങ്ങൾ ഫാമിലി ശേഖരിക്കില്ല. ഞാനിങ്ങനെ പോകുന്ന സമയത്ത് 20 വർഷം മുമ്പത്തെ കഥയാണ്. വാടകയ്ക്കാണ് താമസിക്കുന്നത്. അസീസിലാണ് പ്രസംഗിച്ചിട്ട് പോകുമ്പോൾ ഓണക്കാലം എന്നോട് ആ ഓട്ടോക്കാരൻ ചോദിച്ചു, ബ്രദറെ ഓണച്ചന്തയിൽ പോയോ? ഞാൻ പറഞ്ഞു ഇല്ല. പോയില്ലേ? അയ്യോ, 1-ാം തരം കുത്തിരി ഓണച്ചന്തയിൽ 15 രൂപയ്ക്ക്. ഇപ്പോഴല്ല കേട്ടാ, 10-15 വർഷം മുമ്പ്. എന്നോട് പറഞ്ഞു പറ്റുമെങ്കിൽ ഒരു ചാക്ക് എടുത്തു വെക്കാൻ.
ഞാൻ വീട്ടിൽ ചെന്നതേ അമ്മയോട് പറഞ്ഞു, അമ്മേ ഒന്നാന്തരം കുത്തിരി ഓണച്ചന്തയിൽ. ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. അമ്മ ഉടനെ അടുത്ത വീട്ടിലേക്ക് ആടി, ഇപ്പുറത്തെ വീട്ടിലേക്ക് ആടി, അപ്പുറത്തെ വീട്ടിലേക്ക് ആടി 50 കിലോ അരിക്കുള്ള കാശുമായിട്ട് വന്നു. അമ്മയും ഓട്ടോക്കാരനും പോയി 50 കിലോ അരിയായിട്ട് വന്നു. ഞാനും അമ്മയും ഓട്ടോക്കാരനും കൂടെ അരി പിടിച്ച് മുറി വെച്ച് ഇറങ്ങുന്ന സമയത്ത് ആ ഓട്ടോക്കാരൻ പറഞ്ഞു, ബ്രദറെ പറ്റുമെങ്കിൽ ഒരു 50 കൂടെ മേടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കട്ടെ. അരി വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു 6 മാസത്തേനുള്ളത് സ്റ്റോക്ക്. പിറ്റേന്ന് വീണ്ടും അസിസിയിൽ ക്ലാസ് വചനം. അവിടെ ചെന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, സുനിൽ ഏത് ക്ലാസ്സാണ് എടുക്കുന്നത്? ഞാൻ ചോദിച്ചു ഏതാ എടുക്കേണ്ടത്? അച്ഛൻ പറഞ്ഞു ദൈവപരിപാലനയെക്കുറിച്ച് എടുക്കാൻ പറഞ്ഞു. അതാകുമ്പോൾ സുനിലിന് ഒത്തിരി അനുഭവം ഉണ്ടല്ലോ. ഞാനിവിടെ തന്നെ ബൈബിൾ എടുത്തിട്ട് നോട്ട് എഴുതുകയാണ്. ആദ്യത്തെ വചനം, ആകാശത്തിലെ പക്ഷിയെ നോക്കുക. അതറിയാം നിങ്ങൾക്ക്. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ആ കളപ്പുരയെ ശേഖരിക്കുന്നില്ല. ഈ വചനമൊക്കെ എഴുതി 2ാം നിലയിലാണ് ധ്യാന ഹോള്. ഞാൻ കയറുകയാണ് 2ാം നിലയിലേക്ക്. കയറിയപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, സുനിലേ എങ്ങോട്ടാ? ഞാൻ പറഞ്ഞു ദൈവപരിപാലന. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, എടാ 50 കിലോ അരിയെടുത്ത് നീ ഇന്നലെ സ്റ്റോക്ക് ചെയ്തിട്ട് ആ പാവപ്പെട്ട ജനത്തോട് പറയുക കളപ്പുരയിൽ ശേഖരിക്കുക. സ്റ്റെപ്പ് കയറി ഞാൻ പതുക്കെ താഴേക്ക് ഇറങ്ങി ഓഫീസിൽ ചെന്നു. എനിക്കന്ന് മൊബൈലില്ല. ഞാൻ ആ പയ്യനോട് പറഞ്ഞു, മോനെ വീട്ടിലേക്കൊന്ന് വിളിച്ചു തരാൻ പറഞ്ഞു. അവൻ കുത്തി തന്നു കേട്ടാ. അമ്മ തന്നെ ഫോൺ എടുത്ത്. ഞാൻ ചോദിച്ചു, അമ്മേ അരി പൊട്ടിച്ചോ? ഇല്ലടാ ഇപ്പം തന്നെ പൊട്ടിച്ച. ഞാൻ പറഞ്ഞു പെട്ടെന്ന് പൊട്ടിക്കും, അവിടെ ഒത്തിരി പാവങ്ങളുണ്ട്. എല്ലാത്തിനും 5ഉം 10ഉം വെച്ചെടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അമ്മ ചോദിച്ചു, തലയ്ക്ക് വട്ട് പിടിച്ചോ? നീയും കൂടെ കൂടിയല്ലേ ഇന്നലെ അരി കയറ്റി വെച്ചത്. ഞാൻ പറഞ്ഞു, അമ്മേ പറയാൻ പോകുന്ന വചനവും അരിയും തമ്മിൽ എന്തില്ല, ബന്ധമില്ല. അമ്മ പറഞ്ഞു, പറയുന്നത് ഭരണങ്ങാനത്തല്ലേ, അരി ഇരിക്കുന്ന എവിടെയാ? കോതമംഗലത്താണ്. ആ കറക്റ്റാണ്. അമ്മ പറഞ്ഞു, നീ പറഞ്ഞോളാൻ പറഞ്ഞു, നീ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി, ജന്മത്തമ്മ അരി പൊട്ടിക്കില്ല. സത്യമാണ് സഹോദരി. അന്ന് ഞാൻ ആ മുറിയിൽ പോയിരുന്നു. എനിക്ക് മനസ്സിലായി സുനിലും ശേഖരിക്കുകയാണ്, എല്ലാവരും ശേഖരിക്കുകയാണ്. അതുകൊണ്ട് ഓർത്ത് നോക്കിക്കേ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ശേഖരിക്കാതെ ജീവിക്കാൻ? ധൈര്യമുണ്ട്. ഒറ്റ ചോദ്യമുള്ളൂ, ശേഖരിക്കാതെ. അതുകൊണ്ട് ഇനി അത് വേണ്ട, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊക്കെ എടുത്തു കൊടുക്കുക കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഈ ആക്രി പെറുക്കാൻ കുറേ പെണ്ണുങ്ങൾ വന്നു, തമിഴർ. വീട്ടിൽ ഞാൻ തന്നെയുള്ളായിരുന്നു. ഞാൻ പറഞ്ഞ് കയറി വരാൻ. അവർ ഓടി വന്നു കേട്ടോ. ഞാൻ പറഞ്ഞ് എല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അവർ ചോദിച്ചു, അമ്മച്ചി ഇല്ലേ? ഞാൻ പറഞ്ഞ് പള്ളിയിൽ പോയിരിക്കുകയാണ്. പെട്ടെന്ന് എടുത്തോ ഇപ്പം തന്നെ. പേപ്പറൊക്കെ നാളുകളായിട്ട് ഇരിക്കുന്നതാണ്, ന്യൂസ് പേപ്പർ. ഞാൻ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പച്ചൻ മരിച്ചിട്ട് 3 വർഷമായി, ഇപ്പോഴും വീൽ ചെയറിൽ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതും എടുത്തോളാൻ പറഞ്ഞു. അവരൊരു വണ്ടി കൊണ്ടുവന്ന് എല്ലാം കയറ്റുകയാണ്. സത്യമാണ്. പെട്ടെന്നൊരു സ്ത്രീ ചോദിച്ചു, വെറുതെ തന്നതാണ്? ഞാൻ പറഞ്ഞു അതെ അതെ. എൻ്റെ വീടിന് 4 മുറിയാണ്. 4 മുറി. കൂട്ടായ്മയിലുള്ളൊരു ചെറുപ്പക്കാരൻ, അവൻ പറഞ്ഞു വാടക വീട് കിട്ടിയിട്ടില്ല, എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ കൂട്ടായ്മയുടെ ലീഡർ പറഞ്ഞു, വിശ്വാസ പ്രമാണം 50 തവണ ചൊല്ലിയാൽ വീട് കിട്ടും. അവൻ പറഞ്ഞു 100 ചൊല്ലിയിട്ട് ഇതുവരെ ഒന്നും. അതാണല്ലോ നമ്മുടെ പരിപാടി. വചനം 1000 തവണ എഴുതുക, എന്തെല്ലാം പരിപാടികളാണെന്നറിയും. എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ വിളിച്ചു, നീ ഇങ്ങോട്ട് വന്നേ. അവൻ്റെ ഭാര്യ ചെറിയൊരു ജോലിയിൽ വിദേശത്താണ്, 3 കുഞ്ഞുങ്ങളും ഉണ്ട്. വീട് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിക്കണം. എൻ്റെ വീടിന് 4 മുറിയുണ്ട്. അപ്പനും അമ്മയും അനിയൻ്റെ അടുത്ത് നെടുങ്കണ്ടത്ത്. മക്കൾ 2 പേരും പഠിക്കുന്നത് ചെന്നൈയിൽ. ഭാര്യയും ഞാനും ഉള്ളൂ. അതുകൊണ്ട് ഉള്ള ഇടയ്ക്ക് കൂടാം. അവൻ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ഞാൻ പറഞ്ഞു സത്യമാണടാ, സത്യമാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ച്, ആ വാടകക്കാരൻ സാധനങ്ങളെടുത്ത് വെളിയിലിട്ട് പറയും. ഞാൻ പറഞ്ഞു ഓട്ടോ വിളിച്ച് പോരാൻ. 6 മാസം എൻ്റെ വീട്ടിലുണ്ടെന്ന്. 6 മാസം. രാവിലെ പോകുമ്പം അവൻ ചാപ്പലിൽ പോയിരിക്കും. കാപ്പിക്കുള്ള കാശ് ഞാൻ കൈ കൊടുക്കും. കുഞ്ഞുങ്ങളെ എൻ്റെ ഭാര്യയാണ് കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്ത് സ്കൂളിൽ വിടുന്നത്. നിങ്ങൾക്കറിയണോ, ആ 2 പിള്ളേരും സെമിനാരിൽ പോയി 10 പാസ്സായപ്പോൾ. ആ സെമിനാരിൽ ചെന്നപ്പോൾ അവിടുത്തെ ഡയറക്ടറിനോട് പറഞ്ഞു എൻ്റെ പേര് ഈ പിള്ളേർ. 60 വർഷമായി സെമിനാരി തുടങ്ങിയിട്ട്. ഈ കഴിഞ്ഞ തവണ അവിടുത്തെ അച്ഛന്മാർക്കും ബ്രദേഴ്സിനുമുള്ള ധ്യാനം ദൈവം ക്രമപ്പെടുത്തി. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛനെങ്ങനെയാണ് എന്നെ മനസ്സിലായി? അപ്പം പറഞ്ഞ് ഇന്ന പിള്ളേർ പറഞ്ഞതാണ്. അന്നു മുതൽ സുനിലിനെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമുക്കൊക്കെ അത്രയൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാക്സിമം നമുക്ക് ഒഴിവാക്കാം. ആവശ്യമില്ലാത്തതൊന്നും. സ്ഥലം കൂടുതലുണ്ടോ? കൊടുക്ക്. ജീവിതത്തിൽ അങ്ങനെ ഒരു നന്മയുണ്ടാകട്ടെ. അപ്പോഴോ ഞാൻ ഊരിക്കൊടുത്തെന്ന് പറഞ്ഞില്ലേ,
23 വയസ്സിൽ 9 രാജ്യങ്ങളിൽ കർത്താവ് കൊണ്ടുപോയി. അതിലെൻ്റെ കണ്ണ് നിറഞ്ഞ യാത്ര ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂടെ ഇരിക്കാൻ ഭാഗ്യം കിട്ടി. 3 ദിവസം. അപ്പോൾ ഒരു ദിവസം ഉള്ളായിരുന്നു. കെസ്മാറ്റിക് നവീകരണ സഭയിൽ വന്നിട്ട് 50 വർഷമായി. അതിൻ്റെ ജൂബിലി കോൺഫറൻസ് അതിൽ പങ്കെടുക്കാൻ ദൈവം വലിയൊരു ഭാഗ്യം തന്നു. ഞാൻ ഏത് രാജ്യത്ത് ചെന്ന് സുവിശേഷം പറഞ്ഞിട്ട് തിരിച്ച് ഫ്ലൈറ്റിൽ കയറുമ്പോഴും കർത്താവ് എനിക്ക് സ്വർണം തരും. ആദ്യം തന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ആദ്യം തന്നൊരു അച്ഛനാണ്, ഷാർജ പള്ളിയിലെ മൈക്കിളച്ഛൻ. പോരുന്നതിന് മുമ്പ് അച്ഛൻ എൻ്റെ കയ്യിൽ ഇത്തിരി സ്വർണ്ണമായിട്ടല്ല പണമായിട്ടാണ് തന്നത്. അച്ഛൻ തന്ന പണം കൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യയ്ക്കൊരു മാലയെല്ലാം വിറ്റുപോയിരുന്നു വാങ്ങിയത്. അതിനുശേഷം അവിടെ നിന്ന് തന്നെ കൈ നിറച്ചെനിക്ക് സ്വർണം കിട്ടും. എപ്പോൾ പോയാലും എപ്പോൾ കിട്ടിയാലും എനിക്കറിയാം അതേതോ ഒരു പെങ്കൊച്ചിനുള്ളതാണ്. ഈ കൊറോണയുടെ തീരുന്ന സമയത്തും ഒരു പെൺകുട്ടിക്ക് 3 വള ഒരു സ്വർണ്ണക്കടയിൽ വെച്ച് ഞാൻ എൻ്റെ കൂടെയുള്ള കൂട്ടായ്മയുള്ള പയ്യൻ്റെയൊക്കെ കൊടുത്തിട്ട് നമ്മൾ കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ കരയുന്നു, ഇന്ദിര. അപ്പോൾ ആ കടക്കാരൻ ചോദിച്ചു, സഹോദരി സ്വർണം മേടിക്കുമ്പോൾ ചിരിക്കുകയല്ലേ ചെയ്യണ്ടേ, നിങ്ങളെന്നെ കരയുന്നു. പെട്ടെന്ന് അത് നൊലോളിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം തന്നതുകൊണ്ടാണ്, അർഹതയില്ല സഹോദര. സത്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൊടുക്കാൻ ഒന്നും കരുതി വെക്കരുത്. അവസാനം ഈശോ ചോദിക്കുന്നത് എന്തോരം ശേഖരിച്ചെന്നല്ല, എന്തോരം ചെതറിച്ചെന്നാണ്. പണം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സമാധാനം കൊടുക്കുക. സമാധാനം കൊടുക്കുക. ഇന്ന് മനുഷ്യനില്ലാത്തതാണ്. സുഖമാണോ എന്ന് ചോദിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഭരണങ്ങാനത്തുനിന്ന് ബസ് കയറി. എനിക്ക് വേണ്ടത് പൂഞ്ഞാറ് അടിവാരം, അത് കുന്നൂന്നിക്കാണ്. പെട്ടെന്ന് കണ്ടക്ടർ പറഞ്ഞു, ഇത് കുന്നൂന്നിക്കാണ് സഹോദര, പേട്ടയിൽ ഇറങ്ങിയാൽ മതി, വേറെ വണ്ടിയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾ പറഞ്ഞു, സാറിന് എവിടെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു പൂഞ്ഞാറ് അടിവാരം, തൊട്ടുപുറകെയുണ്ട്. ഞാൻ ചുണ്ടോ? അപ്പോൾ കണ്ടക്ടറിന് അയാൾ പറഞ്ഞു തരും. അയാൾ എന്നോട് കഥകളൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നു? അയാൾ പറഞ്ഞു, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, മെലിഞ്ഞുണങ്ങിയ ഒരു ലുങ്കി കൊടുത്ത കീറിയ ഷർട്ടിട്ട മനുഷ്യൻ. ഞാൻ അയാളുടെ കൈക്ക് പിടിച്ചിട്ട് ചോദിച്ചു, എവിടെ വീട്? വിജയൻ, ആലപ്പുഴയാണ്. എവിടെ പോകുന്നു? അയാൾ പറഞ്ഞു, ഒന്നും തോന്നരുത്, ഇല്ല, ഭിക്ഷയാചിക്കാൻ പോകുന്നതാണ്. ഞാൻ എത്ര കിട്ടും? 100 രൂപ കിട്ടും, ചിലപ്പോൾ 110, ചിലപ്പോൾ 120. എന്തു ചെയ്യും? ഈരാറ്റുപേട്ട വരും, പുഴയിലിറങ്ങി കുളിക്കും, കിട്ടിയ കാശിന് ഭക്ഷിക്കും. ഭരണങ്ങാനത്ത് റേഷൻ കടയുണ്ട്, അതിൻ്റെ തിണ്ണെ വന്ന് കിടക്കും. ഇടയ്ക്ക് ഭരണങ്ങാനത്ത് അസീസി വരും, കപ്പൂച്ചനച്ചന്മാരുടെ അടുത്ത്. നാളെ അസീസി പിതാവിൻ്റെ തിരുനാളാ, ഞാൻ വരും. ഒരു ഊണും 20 രൂപയും ഒരു ലുങ്കിയും കിട്ടും. ഞാൻ ചോദിച്ചു, സുഖമാണോ? അല്ലൊന്നും കുഴപ്പമില്ല. പെട്ടെന്ന് അയാൾ പറഞ്ഞ് ഇറങ്ങാനുള്ള സ്ഥലമായി, സാർ ഇവിടെ ഇറങ്ങി, തൊട്ടുപുറകെയുണ്ട്. ഞാൻ കാപ്പി കുടിച്ചോ? അയാൾ പറഞ്ഞ് ചായ കുടിച്ചു. എൻ്റെ കയ്യിൽ കുറേ ചില്ലറയാണ്. ഞാൻ പറഞ്ഞു, ഒന്നും തോന്നരുത്, 5ൻ്റെ കോയിനാണ്, ഞാൻ തരാം. പെട്ടെന്ന് അയാൾ പറഞ്ഞു, വേണ്ട സാറേ. ഞാൻ ചെയ്യാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞത്. അയാൾ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഒരുപാട് നാളായി ഇത്രയും നല്ല പാൻറ്റും ഷർട്ടും ഇട്ട ഒരാൾ എന്നോട് ഇതുപോലെ സംസാരിച്ചിട്ട്. അത് പറയുമ്പോൾ അയാളുടെ കണ്ണ് നിറയുന്നുണ്ട്. ഞാൻ അയാളെ ചേർത്ത് പിടിച്ചു കേട്ടോ. അയാൾ ഹൈന്ദവനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ സുവിശേഷകനാണ്. പെട്ടെന്ന് അയാൾ പറഞ്ഞു, എനിക്ക് മനസ്സിലായി സാറേ, എനിക്ക് മനസ്സിലായി. എന്നിട്ട് അയാൾ കൂട്ടിച്ചേർത്തു, എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ ഭരണങ്ങാനത്ത് റേഷൻ കടയുടെ തന്നെ വന്നാൽ അവിടെ ഞാൻ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളെ കണ്ടുമുട്ടുന്നവർക്കൊക്കെ സ്വസ്ഥത ഉണ്ടാകട്ടെ. വേറൊന്നും നിങ്ങൾ കൊടുക്കണ്ട. ആര് കണ്ടുമുട്ടിയാലും അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ. നമുക്ക് കൊടുക്കാൻ ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, വെള്ളിയോ സ്വർണ്ണോ ഞങ്ങളുടെ കയ്യിലില്ല, ഒന്നുണ്ട്, നസ്രായനായ യേശു. ക്രിസ്തുവിനെ കൊടുക്കാം. അത് സമാധാനമായിട്ട്, ഭക്ഷണമായിട്ട് നമുക്ക് കൊടുക്കാം. അതുകൊണ്ടൊന്നും കരുതരുത്. എനിക്ക് 2 മക്കളാണ്. ഞാൻ മക്കളോട് പറയും, ഒന്നും ശേഖരിച്ചേക്കരുത്. സത്യമാണ്. മൂത്ത മോള് പഠിച്ചത് സ്റ്റെല്ല മാരിസ് ചെന്നൈയിൽ, ഇപ്പം UK MSW കടന്നു. കഴിഞ്ഞ ദിവസം പോയപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒന്നും ശേഖരിച്ചേക്കരുത്, കൊടുക്കണം. എന്നോട് പറഞ്ഞു, അപ്പം അങ്ങനെ തന്നെയാണ്, സത്യമാണ്. ഇളയ മോള് ഇന്നും പള്ളിയിൽ പോയപ്പോൾ ഒരു ചേച്ചി അത് പറയാ, കുറേ പേരൊന്ന് ഐസ്ക്രീം കഴിക്കണേ, അത് ചോദിച്ചു, വില കുറഞ്ഞൊന്നും മേടിച്ച് തരാമോ? അപ്പം മോളത് കേട്ട് അവൾ 50 രൂപയുടെ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, പപ്പാ എല്ലാവരും നിന്ന് കഴിച്ചപ്പോൾ അത് ചോദിച്ചിട്ട് ആരും കൊടുത്തില്ല. ഞാൻ എൻ്റെ മോള് ജർമ്മനിയിൽ ഒരു കൊളോൺ യൂണിവേഴ്സിറ്റി, അവൾക്ക് BSc ഫസ്റ്റ് റാങ്കുണ്ട്, സെക്കൻഡ് റാങ്കുണ്ട്, MSc. ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറയും, ഒന്നും ശേഖരിച്ചേക്കരുത്, ഒന്നും കരുതരുത്. അങ്ങനെയൊക്കെ നമുക്ക് കടന്നു പോകാം. അപ്പോഴോ
എല്ലാം നമുക്ക് വേണ്ടി തമ്പുരാൻ കരുതും. വലതുകര ഉയർത്തുമെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം താത്തിയിടാം. അപ്പോൾ ഓർക്കണം, എന്താണ് നിത്യജീവൻ? ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക, ഒന്നാകുക. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുമ്മാ ഒന്നാകാൻ പറ്റത്തില്ല. ഒന്നാകണമെങ്കിലോ ഫിലിപ്പി 3:8-9 വചനം വായിക്കാമോ? ഫിലിപ്പി 3:8-9 വചനം. അവനെ പ്രതി സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അടുത്ത വചനം കൂട്ടിയതോണേ. എന്തോ ഒന്നും കൂടെ വായിച്ചേ. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും, ശ്രദ്ധിക്കണം, പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അവനെ പ്രതി സകലതും ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. ഇതെന്തിനാണ്? ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും, നേടിയെടുക്കണം. അടുത്ത വചനം, അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിന് വേണ്ടി അത്രേ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒന്നാകണമെങ്കിൽ യേശുവിനെ എന്ത് ചെയ്യണം? നേടിയെടുക്കണം. യേശുവിനെ നേടിയെടുക്കണം. എൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ നീ നേടിയെടുത്തോ? ചോദിക്കട്ടെ, സുവിശേഷത്തിൽ, ലേഖനത്തിലല്ല, പഴയ നിയമത്തിലല്ല, സുവിശേഷത്തിൽ ക്രിസ്തുവിനെ നേടിയെടുത്ത ഒരാളുണ്ട്. ആരാന്ന് പറയാമോ? സക്കീയൂസ്. കറക്റ്റാണ്, സക്കീയൂസ്. എവിടെയാണ്? ലൂക്ക 19:1 മുതൽ വായിക്കാമോ? ലൂക്ക 19:1 മുതൽ. ഈശോ ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ഈശോ ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. യേശു പൊക്കം കുറവായിരുന്നതിനാൽ സ്പീഡ് പോലെ യേശു ആരെന്ന് കാണാൻ. ശ്രദ്ധിക്കണം, യേശുവിനെ കാണാനല്ല അവൻ ആഗ്രഹിച്ചത്, യേശു ആരെന്നറിയാൻ. യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നതും ആരെന്നറിയാൻ ആഗ്രഹിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതുവരെ നീ കർത്താവിനെ അന്വേഷിച്ചോ? യേശുവിനെ അന്വേഷിച്ചോ? വചനം പറഞ്ഞ അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും. അപ്പൊ യേശു ആരെന്നറിയാൻ. വായിച്ചു, തുറന്നു വായിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. പൊക്കം കുറവാണ്. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു. ചോദിക്കട്ടെ, ഈ സക്കായി ആരാണ്? ചുങ്കക്കാരെന്ന് പറയുന്നത് സെയിൽ ടാക്സ് ഓഫീസറാണ്. ഇൻകം ടാക്സ് ഓഫീസറാണ്, നിസാരക്കാരനല്ല സക്കായി. ഈ സക്കായി കയറിയ മരത്തിന്റെ പേരാണ് സിക്കമൂർ. സിക്കമൂർ മരം കണ്ടിട്ടുണ്ടാ? ഞാൻ കണ്ടിട്ടുണ്ട്. സാറ് കണ്ടിട്ടുണ്ട്? അതെങ്ങനെ ഇരിക്കും? ഞാൻ ഓർത്തോണ്ടല്ല, കാട്ടത്തി എന്നാണ് പഴയ ചില ബൈബിളിൽ. ശരിക്കും ആഞ്ഞിലി മരം പോലെ ഇരിക്കും. ഇങ്ങനെ സെയിൽ ടാക്സ് ഓഫീസർ ഒരു പേരെ പോലും കയറിയിട്ട് കാണിയല്ല. അപ്പം മിക്കവാറും അങ്ങേരെ രാത്രി പണിക്കാരെല്ലാം കൂടി വലിച്ചു കയറ്റിയതായിരിക്കും. കാരണം അങ്ങയുടെ ദാഹം അത്ര വലുതാണ്. ഉണ്ടോ? കറക്റ്റ് കർത്താവ്. അതാണ് ഈശോയുടെ ദൈവത്തിൻ്റെ ചിന്ത. അതാണ് പ്രിയപ്പെട്ടവർ. തമ്പുരാൻ ആത്മാർത്ഥതയോടെ നീ എന്തു ചെയ്താലും അത് കാണും, അതിന് പ്രതിഫലമുണ്ട്. ഇവിടെയാണ് കറക്റ്റ് ആ മരത്തിൻ്റെ ചോട്ടിച്ചെന്ന് പറഞ്ഞു ഇറങ്ങി വരാൻ മാത്രമല്ല, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങുന്നു. സക്കായി ചെന്നപ്പോഴേ തുറന്നു വായിച്ചു സിസ്റ്റർ. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ് വേഗം ഇറങ്ങി വാ, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. വായിച്ചു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഈശോ അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്.
നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, അത്താഴം എല്ലാം കഴിഞ്ഞപ്പോൾ സക്കായി എഴുന്നേറ്റു. എന്നിട്ട് എന്ത് പറഞ്ഞു ആൻറ്റി? എന്ത് പറഞ്ഞു സക്കായി? എന്ത് പറഞ്ഞു? എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു കേട്ടോ. അടുത്ത വചനം എന്താണ്? ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് കൊടുക്കും. നമ്മുടെ വീട്ടിലാണ്, ചങ്ങനാശ്ശേരിയിൽ കർത്താവ് വന്നൊന്ന് കൂട്ടിക്കും, ആൻറ്റീനെ കണ്ടുമുട്ടിയെന്ന് കൂട്ടിക്കും. വീട്ടിലേക്ക് വരികയാണ്, ഭക്ഷണമൊക്കെ കൊടുത്ത് ആൻറ്റി നല്ല ഫുഡൊക്കെ കൊടുത്ത് കർത്താവ്. അതെല്ലാം കഴിയുമ്പോൾ ആൻറ്റി കർത്താവിനോട് എന്നാ പറയും? പകലെല്ലാം തിരക്കായിരുന്നു, അതുകൊണ്ട് വിശ്രമിക്കാനാണോ പറയുന്നത്? അല്ല, എന്നാ പറയും? സാറേ നമ്മളാണ് എന്നാ പറയും? ഞാൻ ഇറങ്ങുകയാണ് കേട്ടാ, കാരണം ഇവിടെ ഇനി ധ്യാനത്തിൻ്റെ ആവശ്യം. സാറ് പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ആൻറ്റി എന്നാ പറയും? പേരെന്നാ? ലിസി ആൻറ്റി എന്നാ പറയും? നോർമലായിട്ട് പറയണം കേട്ടാ. നോർമൽ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം പറയണമെന്ന്. എന്നാ പറയും? നമ്മൾ എന്നാ പറയും? ഭർത്താവിന് കടുത്ത ഷുഗറാണ്. ഉണ്ടോ? ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ. നമ്മൾ പറയും ഈയിടെ അടിച്ചിരി ബി പിയും കൂടെ. ഉണ്ട്. ഉണ്ടോ? എന്നാ സന്തോഷമൊന്നും. നമ്മളാണ് എന്നാ പറയും? ഇതുവരെ മൂത്ത മകൾക്ക് കല്യാണം. കറക്റ്റ്. പിന്നെ മകൻ്റെ മകൻ അത്ര പോരാ. കറക്റ്റ്. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവർ ഇന്നത്തെ അവസ്ഥ. സക്കായി പറഞ്ഞത് കേട്ടോ, ശ്രദ്ധിക്കണം. സക്കായിക്ക് 100 ഏക്കർ ഉണ്ടെന്ന് കൂട്ടിക്കോ, അതിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കണം. 100-ൽ 50 കൊടുത്തു. പിന്നെ എത്രയുള്ള ചായ? 50 ഉള്ളൂ. അടുത്ത വചനം എന്താണെന്നറിയോ? ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി കൊടുക്കും. 50-ന്റെ 4 ഇരട്ടി അല്ല, സ്വത്തിൻ്റെ 4 ഇരട്ടി കൊടുക്കണം. 50 കൊടുത്തു, പിന്നെ എത്ര ഉള്ളൂ? 50 ഉള്ളൂ. 100 ആകണമെങ്കിൽ 50 എന്ത് ചെയ്യണം? കടം മേടിക്കണം. അപ്പൊ സക്കായി ക്രിസ്തുവിനെ നേടിയെടുത്തപ്പോൾ ആരായി സാറേ? കടക്കാരനായി. നമ്മൾ ധ്യാനം കൂടിയപ്പോഴോ കടം പീടി. അതുകൊണ്ട് നമുക്ക് ധ്യാനം കൂടാൻ ഇഷ്ടമാണ്. കാരണം ധ്യാനം കൂടിയാൽ കടം വീഴും. സത്യമാണ് പ്രിയപ്പെട്ടവർ. ശ്രദ്ധിച്ചേ. സാറേ പേരെന്താണ്? സിന്നിച്ചന് യേശുവിനെ നേടിയെടുത്തിട്ട് ഇത്രയും നാളും ക്രിസ്ത്യാനി. നമുക്ക് എന്ത് നഷ്ടമുണ്ടായി? നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആൻറ്റിക്ക് വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ? ഇല്ല. നമ്മൾ ധ്യാനം കൂടിയ പിന്നെ കള്ളുകൂടി നിർത്തി എന്ന് പറയും അല്ലേ? കള്ളുകൂടി നിർത്തിയാൽ ലാഭം നമുക്കാണോ കർത്താവിനാണോ സാറേ? നമുക്കാ ലാഭം. ഇപ്പം ഇഷ്ടം പോലെ കാശില്ലേ പോക്കറ്റിൽ? ഉണ്ട്. ഞങ്ങളുടെ പാലായിലെ ഒരച്ചായൻ ധ്യാനം കൂടി കള്ളുകൂടി നിർത്തി, ഇപ്പോൾ ബ്ലേഡ് നിർത്തുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞ ആളല്ലേ ഇപ്പൊ ബ്ലേഡ്. അപ്പം എന്നോട് ബ്രദറെ, അന്നത്തെ കാലത്ത് ഒത്തിരി പൈസ ഞാൻ കുടിച്ചു തീർത്ത്, ഇപ്പം അതെല്ലാം. ഞാൻ പറഞ്ഞു, പൊന്നു സഹോദര, കള്ളുകൂടി തന്നെയാണ്. ചെല്ലുപറഞ്ഞ ധ്യാനം കഴിഞ്ഞ പിന്നെ നോമ്പും പ്രാർത്ഥനയും. 50 നോമ്പ്. ചോദിക്കട്ടെ, 50 നോമ്പ് എടുത്തപ്പോൾ നമുക്കാണോ ലാഭം കർത്താവിനാണോ ലാഭം? നമുക്ക്. ഇവിടെ പോത്തിറച്ചിക്ക് എന്നാ വില? 380. കറക്റ്റ്. എന്തോ സത്യത്തിൽ ഓർത്തു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മളൊക്കെ ഇത്രയും കാലം ഈ മണ്ണിൽ ജീവിച്ചിട്ട് ഈശോയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്? നമ്മളെന്ത് നഷ്ടപ്പെടുത്തിയിട്ടു? ശാലോം കേട്ടണ്ട ബെന്നി പുന്നത്തറ. കൊറോണയ്ക്ക് മുമ്പ് 800 സ്റ്റാഫുണ്ട് അവിടെ. ഞാനാണ് അവർക്ക് ധ്യാനം നടത്തി കൊടുത്തത്, ധ്യാനം ചെയ്തു കൊടുത്തത്. ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. ആരാണ്? ശാലോം ബെന്നി പുന്നത്തറ. ഒരു അൽമാനാണ്. എന്താ പ്രത്യേകത? ഫെഡറൽ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ധ്യാനം കൂടിയപ്പോൾ അവൻ യേശുവിനോടൊരു അറ്റാച്ച്മെന്റ്, യേശുവിനോടൊരു വലിയ സ്നേഹം. അവൻ എന്ത് ചെയ്യുന്നറിയോ? അവൻ്റെ ജോലി അവൻ രാജിവെച്ചു. വർക്കിയച്ചൻ മരിച്ചുപോയി, വിശുദ്ധനായ വൈദികൻ. അച്ഛൻ പറഞ്ഞ, ബെന്നി നീ രാജിവെക്കണ്ട, ലീവ് എടുക്കാൻ. അവൻ അച്ഛനോട്, അച്ഛാ എൻ്റെ ഒരു ആഗ്രഹമാണ് അച്ഛാ. രാജിവെച്ച് ധ്യാനം കഴിഞ്ഞപ്പോൾ എന്നെ സ്റ്റെല്ല, അവൻ്റെ വൈഫാണ്, എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. എന്നോട് പറഞ്ഞു, ബ്രദറേ
ഒരുപാട് പട്ടിണിയല്ല, കഷ്ടപ്പെട്ടിട്ടുണ്ട്. മൂത്ത മകൻ ഡോക്ടറാണ്, പഠിപ്പിക്കാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്റ്റെല്ല ഊന്നുകല്ലെന്ന് പറയും, കോതമംഗലം, അവിടുത്തെ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. അവളും തൻ്റെ ജോലി വേണ്ടെന്ന് വെച്ചു. പക്ഷെ നിങ്ങൾക്കറിയണോ, 10 പൈസയുടെ ഇൻകമില്ല. ഞാൻ ധ്യാനം കഴിഞ്ഞപ്പോൾ എന്നെ അവർ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി എന്നെ കാണിച്ചു തരുവാണ്. മാത്യു സാർ എന്ന് പറഞ്ഞാൽ, ബ്രദറെ ഇത് അമേരിക്കയ്ക്കുള്ള ലൈവാണ്, ഇത് ഏഷ്യ ഭൂഖണ്ഡം, ഇത് എന്താണ് വേറെ സ്ഥലത്തേക്ക്, 3 സ്ഥലത്തേക്ക് അവിടുന്ന് ലൈവാണ്. ഞാൻ ചോദിച്ചു എത്ര രൂപ വേണം മാസം? കൊറോണയ്ക്ക് മുമ്പാണ്. ഏകദേശം 1 കോടി രൂപ വേണം ബ്രദറെ. 80 ലക്ഷത്തിന് 1 കോടിക്ക്. ഞാൻ ചെന്നിട്ടുണ്ട്, കൈ ഒന്നുമില്ല. കൃത്യം കർത്താവ് തരും, കൃത്യം കർത്താവ് തരും. ശ്രദ്ധിച്ചേ, ബെന്നി തൻ്റെ ജോലി രാജിവെച്ചപ്പോൾ അവന് കിട്ടിയ കൃപയെന്നറിയോ? അവൻ യേശുവിനെ നേടിയെടുത്തപ്പോൾ ബെന്നിയും ക്രിസ്തുവും യേശുവും ഒന്നായപ്പോഴോ ബെന്നിക്കില്ലാത്തത് ആരുടെ കയ്യിലുണ്ട്? യേശുവിൻ്റെ കയ്യിലുണ്ട്. ശ്രദ്ധിക്കണം, സക്കായി കടക്കാരനല്ല ആയത്. സക്കായി യേശുവിനെ നേടിയെടുത്തപ്പോൾ സക്കായും ക്രിസ്തുവും ഒന്നായി. അപ്പോഴെന്താ പ്രത്യേകം അറിയോ? ബെന്നിയുടെ കയ്യിൽ പണമില്ല, ദരിദ്രനാണ്. പക്ഷെ കർത്താവ് സമ്പന്നനാണ്. കണ്ടോ, 1 കോടി രൂപ അക്കൗണ്ടിൽ വരുന്നു. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, നീ യേശുവിനെ നേടിയെടുത്താൽ, നീ രോഗിയാണെങ്കിൽ അവൻ വൈദ്യനാണ്. അതോ നീ പാപിയാണെങ്കിൽ അവൻ പരമപരിശുദ്ധനാണ്. എന്ന് വെച്ചാൽ നിനക്കില്ലാത്ത ആരുടെ കയ്യിലുണ്ട്? കർത്താവിൻ്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ടവരെ ഞാൻ മാർപ്പാപ്പയെ കാണാൻ പോവാണ് കേട്ടാ. എനിക്ക് കൃപ കിട്ടി പോകാനുള്ള, അവിടുന്ന് ഉള്ള മീറ്റിങ്ങിന് പങ്കെടുക്കാൻ. അപ്പം ഞാൻ എറണാകുളത്തിന് പോവാണ്. എന്തിനാണ്? വിസ കൊടുക്കാനായിട്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ കേരളത്തിലെ എല്ലാ ധ്യാന ഗുരുക്കന്മാരും കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ ഞാനവിടെ ചെന്ന് ഈ വിസ കൊടുക്കുന്ന സമയത്ത് ആ വിസ ഓഫീസിലെ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കിത് കിട്ടത്തില്ല കേട്ടാ. ഞാൻ ചെയ്യാൻ എന്താണ്? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 1 വിദ്യാഭ്യാസമില്ല, 2 ഡിപ്പോസിറ്റ് ഇല്ല, 3 ജോലിയില്ല. ആ മനുഷ്യൻ പറയുമ്പോൾ എനിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇത് ആപ്ലിക്കേഷൻ തരുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അപേക്ഷ തരുന്നതുകൊണ്ട്? അതില്ലെന്ന് പറഞ്ഞു. അത് 1 or 2 അപേക്ഷ തന്നേക്കാൻ പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞു, ഈ കിട്ടുമെന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്നവരെ ചൂണ്ടി പറഞ്ഞു, ഇവർക്കൊക്കെ കിട്ടും സഹോദര, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. 15 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ആ ഓഫീസിൽ നിന്ന് വിളിച്ചു. എന്ത് പറഞ്ഞെന്നറിയോ? ആ കിട്ടുമെന്ന് പറഞ്ഞ ആർക്കും തന്നെ കിട്ടി. അന്ന് 2 പേർക്ക് വിസ അടിച്ചിട്ടുണ്ട്. ഒന്ന് ഇടുക്കി തങ്കച്ചൻ എന്ന് പറയും, ഒന്ന് സുനിലിനുള്ളതാണ് വിസ. ഞാൻ പോയി അവിടെ ചെന്നു, മാർപ്പാപ്പയുടെ അടുത്തിരുന്ന് മുട്ടിയല്ല, അകലെയാണ് ഇരുന്നത്. എന്നാലും ആ മീറ്റിങ്ങിൽ ഇന്നൊരു 40 രാജ്യങ്ങളിൽ നിന്നുള്ള കരിസ്മാറ്റിക് ലീഡേഴ്സാണ്. എല്ലാം കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ എന്താണ് ഈ വിസിറ്റ് ചെയ്യുക, ഓരോ സ്ഥലങ്ങളിൽ പോകണം. ഞാനും പോയി കൂടെ, നമുക്ക് വേറെ മുടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയി അവിടെ ചെന്ന് മാളിൽ കയറി. സൂപ്പർ മാർക്കറ്റുണ്ട്, നല്ല മാർക്കറ്റൊക്കെ ഉണ്ട്, സൂപ്പർ മാർക്കറ്റ്. എല്ലാവരും നല്ല മിഠായിയും കേക്കും ഒക്കെ സാധനങ്ങളുണ്ട്, പെട്ടിക്കകത്ത് നിറയ്ക്കുകയാണ്. എൻ്റെ കയ്യിലും എൻ്റെ കൂടെയുള്ള 2 ധ്യാന ഗുരുക്കന്മാരുണ്ട്. അവർ 2 പേരും ദാരിദ്ര്യവാസികളാണ്. ഞങ്ങൾ ഈ മിഠായിയൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ വെച്ചു. അപ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു, നമുക്കിത് മേടിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, സഹോദരൻ ഇവിടെ വന്നിട്ട് ഇത് എടുത്തിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ അല്ലേ? അതെ, കണ്ടല്ലോ, പോയില്ലേലും സത്യമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ശരിയാണ് ബ്രദർ, പറഞ്ഞു. എനിക്കങ്ങനെയാണ് തോന്നി കേട്ടാ. ഞാനത് എടുത്തിട്ട് അവിടെ വെച്ച്. അപ്പം ഞാനോർത്തു എറണാകുളത്ത് പോയിട്ട് വെക്കുന്ന പോലെ അല്ലല്ലോ, മാർപ്പാപ്പയുടെ അടുത്ത് റൂമിൽ പോയിട്ടല്ലേ. അപ്പോൾ അങ്ങനെ പോന്ന് തിരിച്ചു പോരുമ്പം 8 കൗണ്ടറാണ് ഈ പാസ്പോർട്ടും വിസ ഇതൊക്കെ ശരിയാക്കല്. അപ്പം ഞാനിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കൗണ്ടറിൽ നിൽക്കുന്നൊരു ചെറുപ്പക്കാരൻ, മലയാളിയാണ്, ചെറുപ്പക്കാരാണ്, ഭാര്യയും ഭർത്താവും 2 പിള്ളേരും. അവരെക്കാളും വലിയ 2 പെട്ടി. അപ്പം ഇത് തൂക്കിയപ്പോൾ 10 കിലോ കൂടുതൽ. അപ്പോൾ ഇവൻ ദയനീയമായിട്ട് എന്നെ നോക്കിയപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു പോയി. അപ്പോൾ അവന് മനസ്സിലായി എനിക്കെന്തോ ഒരു പ്രത്യേകത. പെട്ടെന്ന് അവൻ ആ മദാമ്മയോട് ഏതാണ്ട് ചോദിച്ചു. അപ്പോൾ അവർ തലയാട്ടി കേട്ടാ. ഇവൻ പതുക്കെ എന്നോട് പറഞ്ഞു, സാറേ 10 കിലോ കൂടുതലാണ്. സാറിൻ്റെ പെട്ടി കണ്ടിട്ട്, സാർ കേരളത്തിലേക്കല്ലേ, അതെ, പെട്ടി കണ്ടിട്ട് അധികം സാധനമില്ലല്ലോ. ഞാനിങ്ങനെ ചുമ്മാ തൂക്കി പിടിച്ചേക്കാം. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല സഹോദര, ഇതിനകത്ത് 2 പാൻറ്റും 2 ഷർട്ടും ഒരു ബൈബിളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ചു, 10 കിലോ സാറിൻ്റെ പെട്ടിയിൽ അങ്ങോട്ട് ആക്കണ്ട, ആ പേരിൽ അങ്ങോട്ട് വിട്ടോട്ടെ. ഞാൻ പറഞ്ഞു, 10 or 20 വിട്ടോളാൻ പറഞ്ഞു. കാരണം നമുക്ക് വേറെ മുടക്കമൊന്നുമില്ലല്ലോ. അപ്പുറം കടന്ന് എല്ലാം ചെക്കിങ് എല്ലാം കഴിഞ്ഞ് അപ്പുറം കിടന്നപ്പം എൻ്റെ പുറകെ ഉണ്ടാകുന്ന 2 ധ്യാന ഗുരുക്കന്മാർ അവരെന്നോട് ചോദിച്ചു, തനിക്ക് പരിചയമുള്ളവരാണോ അവർ? അല്ല. പിന്നെ താൻ എന്നെ അവരോട് മിണ്ടുന്ന കണ്ടേ?
അപ്പം ഞാൻ പറഞ്ഞു അവർക്കിങ്ങനെ 10 കിലോ കൂടുതലാണ്. അപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ പെട്ടി വിട്ടോട്ടെ എന്ന് വെച്ചു. തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. എടോ അത് വല്ല സ്വർണ്ണമാണെങ്കിൽ നെടുമ്പാശ്ശേരി തല്ലുമ്പം തന്നെ അറസ്റ്റ് ചെയ്യല്ലേ. ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലേ. പെട്ടെന്ന് അതിലൊരു ധ്യാനഗുരു പറഞ്ഞു ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ അറസ്റ്റ് ചെയ്താ ഞാൻ ജയിലിൽ പോയി കിടന്നോളാം എന്ന് പറഞ്ഞു. കാരണം എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. സംഭവിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആ 8 കൗണ്ടർ ഉണ്ടായിട്ട് കറക്റ്റ് എൻ്റെ അടുത്ത് വന്ന് കണ്ടോ. കർത്താവിനറിയാം. ദുബായി വന്ന് ഇറങ്ങി, പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ഫ്ലൈറ്റ്. അവിടെ വന്ന് ഇറങ്ങിയപ്പം ഇവൻ പോകുന്നില്ല, ഭാര്യയും 2 പിള്ളേരും. അത് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ മരിച്ചാലും മറക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും മറക്കുകയെന്ന് പറഞ്ഞു. പെട്ടെന്ന് അത് എന്നോട് പറഞ്ഞു, ലോകത്തിൽ ആരും ഉപകാരം ചെയ്യല്ല സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നേരത്തെ അറിഞ്ഞായിരുന്നേ ഞാനും ഇത് ചെയ്യലായിരുന്നു. പെട്ടെന്ന് ഞാൻ അതിനോട് പറഞ്ഞു കേട്ടു, കൊച്ചേ ഇത് ഈശോ ചെയ്തതാണ്. ഈശോ എന്ന് പറഞ്ഞപ്പോഴത്തേനും എൻ്റെ കണ്ണ് നിറഞ്ഞു. അയ്യോ അതിൻ്റെ സന്തോഷം കാണും. അപ്പം എന്നോട് സാറ് എന്ത് ചെയ്യും? ഞാൻ സുവിശേഷകനാണ്, ഈശോയെ കൊടുക്കുന്ന ആളാണ്. മാർപ്പാപ്പയുടെ അടുത്തൊരു മീറ്റിങ്ങിന് പോയിട്ട് വരുന്നതാണ് കുഞ്ഞേ. അപ്പോൾ അതെന്നോട് പറയാം, കർത്താവ് എത്ര നല്ലവനാണ്. കാരണം ആ 8 കൗണ്ടർ ഉണ്ടായിട്ട് ബ്രദറിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ എന്നോട് ചെവിടെയാണ്, അസീസിയിലുണ്ട്, ജെറുസലേമിലുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞു ഈശോ തരും, എല്ലാം ഈശോ അങ്ങനെ തരും എന്നൊക്കെ പറഞ്ഞു. അവന് ഭയങ്കര സന്തോഷം കേട്ടാ. പെട്ടെന്ന് അത് ബാഗ് തുറന്നു. എന്നിട്ട് നമ്മൾ അവിടെ ആ ഷോപ്പിങ്ങിൽ പോയപ്പോൾ എടുത്തിട്ട് വെച്ച മിഠായി ഇല്ലേ, അതെല്ലാം അത് എടുക്കുവാണ്. അതിൻ്റെ ബാഗിലുണ്ട് അതെല്ലാം. എന്നിട്ട് എൻ്റെ ബാഗിലേക്ക് നിറയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട സഹോദരി എന്ന് പറഞ്ഞ് ഞാൻ അതെല്ലാം വാങ്ങി. അതെന്നോട് പറഞ്ഞു ഇത് സന്തോഷം കൊണ്ട് തരുന്നതാണ് ബ്രദറെ. അങ്ങനെ അതെൻ്റെ ബാഗിൽ വെച്ച് അത് പോയി കേട്ടാ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്നെ പേടിപ്പിച്ച 2 ധ്യാനഗുരുക്കന്മാരുണ്ടല്ലോ, അവർ പതുക്കെ എൻ്റെ അടുത്ത് കൂടി. ഞാൻ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ എന്നെ നെടുമ്പശ്ശേരിയിട്ട് പിടിക്കുമെന്ന് പറഞ്ഞവരാണ്. എന്നോട് ചോദിച്ച് അവൾ വന്ന് എന്തോ പറയുന്നത് കേട്ടല്ല. ഞാൻ പറഞ്ഞു പിന്നെ മരിച്ചാലും മറക്കുകയാണെന്നാണ് പറഞ്ഞു. താനെന്നാ പറഞ്ഞു? ഞാനും പറഞ്ഞെന്ന് പറഞ്ഞു. കഴിഞ്ഞപ്പോൾ ഒരു ഗുരു പറഞ്ഞു എന്തോ തരുന്നത് കണ്ടല്ലോ. അപ്പം ഇവരുടെ കയ്യിലും ഒന്നുമില്ലേ. ഞാൻ പറഞ്ഞു നമ്മളവിടെ എടുത്തിട്ട് വെച്ചില്ലേ ആ സാധനങ്ങളാണ്. പിന്നെ ഞാൻ പെട്ടി ബാഗ് തുറന്ന് അതുങ്ങൾക്ക് ഓരോ പാക്കറ്റ് വീതം കൊടുത്തപ്പോൾ ഒരാൾ പറഞ്ഞു പ്രൈസ് ദ ലോർഡ്. അവിടെ വെച്ച് എന്നെ ജയിലിടുമെന്ന് പറഞ്ഞാണ്. അതേ പ്രിയപ്പെട്ടവരെ, എനിക്കില്ലാത്തത് എൻ്റെ ഈശോയുടെ കയ്യിലുണ്ട്. എൻ്റെ ഈശോയുടെ കയ്യിലുണ്ട്. ഞാൻ ദരിദ്രനല്ല, ഞാൻ സമ്പന്നനാണ്. എൻ്റെ മക്കൾ 2 ഞാനിപ്പോഴും ഓർക്കും കേട്ടാ. ഒരിക്കൽ പോലും UK അത് രജിസ്റ്റേർഡ് കോഴ്സാണ്, MSW കിട്ടത്തില്ല. ഞാൻ മോക്ക് കിട്ടും, കറക്റ്റ് കർത്താവ് കൊടുത്തു. അവിടെ ചെന്നപ്പോഴോ അവളുടെ കൂടെ സ്റ്റെല്ലയിൽ പഠിച്ച പിള്ളേർക്ക് അവിടെ ജോലിയുണ്ട്. ഓടി കാറുമായിട്ടാണ് കൊച്ചിനെ കൊണ്ടുപോകാൻ വന്നത്. എന്നോട് പറഞ്ഞു പപ്പേ എന്നെ ഓടി കാറിലാണ് കൊണ്ടുപോയത്. ലൂട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് വീടെടുത്ത് കൊടുത്തു അവൾക്ക്. ആ പിള്ളേർ അമ്മൂന് എന്നെ വിളിച്ചിട്ട് എന്നോട് പറയും പപ്പാ തമ്പുരാൻ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞു മക്കളെ നമുക്കില്ലാത്തത് ഈശോയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നീ ദരിദ്രനല്ല, നീ സമ്പന്നനാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് സക്കായിയെ നോക്കി ഇവനും അബ്രാഹത്തിന്റെ പുത്രനല്ലേ ഉണ്ടോ എന്ന് വെച്ചാൽ അർത്ഥം എന്നറിയോ? അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും, നിങ്ങളെ കണ്ടുമുട്ടുന്നവരെ കെട്ടുകളഴി. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, നമ്മൾ മണ്ണിൻ്റെ അല്ല സ്വർഗത്തിൻ്റെയാ. കെട്ടഴിക്കാനും കെട്ടുവാനും ദൈവം നിനക്ക് കൃപ തന്നെ. നീ കരം വെച്ചാൽ സൗഖ്യം ഒഴുകും, അതിന് മാറ്റമില്ല. എത്രയോ അനുഭവങ്ങൾ. കഴിഞ്ഞ ദിവസം ആലുവയെ പ്രസംഗിച്ചിട്ട് മൂവാറ്റുപുഴ വന്നിട്ട് ഞാനൊരു ജ്യൂസ് കുടിക്കാനായിട്ട് കടയിൽ കയറിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ എൻ്റെ ഈ സുനിൽ രാമപുരം എന്ന് അടിച്ചു കൊടുത്ത ടോക്കുകൾ വരും. അപ്പോൾ ഞാൻ അങ്ങനെ എന്നെ കണ്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാറുണ്ട് ബസ്സിലൊക്കെ വെച്ച്. അപ്പോൾ ഞാനോർത്ത് അങ്ങനെ വല്ലതും കണ്ടിട്ട് ഇവൻ നോക്കുന്നതായിരിക്കും. ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു സുനിലേട്ടനല്ലേ? അതെ, ഞാൻ ഇല്ലത്തോട് മലയാറ്റൂർ ദർശനം വെച്ച് ധ്യാനം കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് അവൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു തമ്പുരാൻ കൊണ്ടുവന്ന എൻ്റെ അടുത്ത്. ഞാൻ ചോദിച്ചു എന്താ കുഞ്ഞേ? അവൻ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് കാനഡയിൽ ജോലിയാണ് ബ്രദറെ, കൊച്ചുണ്ടായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പോയതാണ്. ഞങ്ങൾക്ക് 2 പേർക്കും വിസ കിട്ടുമെന്ന് പറഞ്ഞാൽ പോയത്. 6 മാസമായി ഉണ്ടായിട്ട് പോയിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും. അവളും കരച്ചിലാണ്. 6 മാസമായിട്ട് വിസ അടിച്ചിട്ടില്ല. ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ അവനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കുഞ്ഞേ
തമ്പുരാൻ നിന്നെ കൈവിടില്ലടാ. സത്യമാണ്. കാരണം ഞാൻ ആ കടയിൽ ചെന്ന് കയറേണ്ട ആളല്ല. ഞാൻ അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ബസ്സിൽ കയറിയപ്പോഴും അവനാ പറഞ്ഞ വാക്ക്, ആ കുഞ്ഞിൻ്റെ കണ്ണുനീര്, അവൻ കുറവലങ്ങാട് പോകണം, കുറവലങ്ങാടാണ് അവളുടെ വീട്. അന്ന് രാത്രി പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഫസ്റ്റ് കോള് എന്നെ വിളിച്ചവൻ രാത്രി 11 മണിക്ക് ബ്രദറെ മെസ്സേജ് വന്നു, 2 പേർക്കും ബസ്സായി. ഞാനന്നേരം ഓർത്ത് കേട്ടോ, കുറവുള്ള സുനിൽ ചേർത്ത് പിടിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നത് കണ്ടോ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളെല്ലാവരും ഈശോയുടെ മക്കളാണ്. നിങ്ങൾ കരങ്ങൾ വെക്കണം. നിങ്ങൾ ആജ്ഞാപിക്കും. മോശയോട് പറഞ്ഞില്ലേ ആജ്ഞാപിക്കാം. അതുപോലുള്ള അഭിഷേകം നിങ്ങൾക്കുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പ റോമി വെച്ച് അൽമായനോട് പറഞ്ഞ സത്യമാണ്. അൽമായനോട് പറഞ്ഞ സത്യമാണ്. പോപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറയാതെ പോകരുത്. ഇന്ന് ഓട്ടോ വിളിച്ചു വന്നപ്പോൾ ഒരു ഹിന്ദുവാണ്, അയാൾ പറഞ്ഞു 40 രൂപ. ഞാൻ 50 എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഈശോ തരുന്നതാണ്. അപ്പോൾ അയാൾ ഓട്ടോ ഇരുന്നുകൊണ്ട് കൈകൂപ്പി. 10 രൂപ കൂടുതലുള്ളൂ. അയാളോട് പറഞ്ഞു സാധാരണ ആരും തരില്ല സാറേ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഓട്ടം വന്നത് ദേവാലയത്തിലല്ലേ, ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടണം. അയാൾ ഹൈന്ദവനാ, അയാൾ പോകുന്ന വഴിക്ക് ഓർത്തിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞു ഞാനൊരു സുവിശേഷകനാണ്. അയാൾ പറഞ്ഞു ഓട്ടോ കയറി പള്ളിയിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ ഇങ്ങനെ ധ്യാനം നടക്കുന്ന കാര്യം എനിക്കറിയാം. സത്യമാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കണ്ടുമുട്ടുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ, കൃപയൊഴുകട്ടെ. നാളെ സ്വർഗത്തിൽ നമുക്ക് ഒന്നിച്ചുണ്ടാകണം കേട്ടാ. എവിടെ? സ്വർഗത്തിൽ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണം.